ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിക്ക് കീഴിൽ നടക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിനേന എന്നോണം നമ്മൾ വ്യത്യസ്തമായ ടോപ്പിക്കുകളിൽ വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തില് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, സൈക്കോളജിസ്റ്റുമാർക്കൊക്കെ ഒരുപാട് ആവശ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന നിലക്ക് നമ്മൾ ഒരുപാട് തെറാപ്പികളും ഒരുപാട് നോളജസും നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരം ഫ്രീ വെബിനാർസിലൂടെ നമുക്ക് ഒരുപാട് നമ്മുടെ നോളജ് ഷെയർ ചെയ്യാൻ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നമ്മുടെ നോളജ് നമുക്ക് ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ലഭിക്കാനും ഒക്കെ ഇത്തരം ഫ്രീ വെബിനാർസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്നുണ്ട്. വിൻബിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി, സൈക്കോതെറാപ്പി മേഖലകളിൽ വ്യത്യസ്തമായ കോഴ്സുകളും വർക്ക്ഷോപ്പുകളും വളരെ കുറഞ്ഞ ഫീയിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനോട് കൂടി നമ്മൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിൻബിൾ അക്കാദമി വ്യത്യസ്തമായ കോഴ്സസും തെറാപ്പി സെഷൻസും അവൈലബിൾ ആണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫ്രീ വെബിനാറിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രിവെന്റ് സ്റ്റുഡൻസ് സൂയിസൈഡൽ തോട്ട്സ് എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലത്ത് വളരെ കാലിക പ്രസക്തമായ ഒരു ടോപ്പിക് തന്നെയാണ് സാർ നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ദിവസേന എന്നോണം പത്രമാധ്യമ സോഷ്യൽ മീഡിയാസിൽ നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റുഡൻസിന്റെ സൂയിസൈഡ്സ് അല്ലെ. നമ്മൾ പേരൻസ് ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കുട്ടികൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ കാലഘട്ടം, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോവാറുണ്ട്. ജസ്റ്റ് പാരന്റ്സ് ഒന്ന് വഴക്ക് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചർ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ അവരുടെ എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട്, അതായത് ഫ്രണ്ട്സ് ഒന്ന് കളിയാക്കിയത് കൊണ്ട് പോലും കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലേ. അപ്പോൾ അവരുടെ ചിന്താഗതി, അവരുടെ തോട്ട്സ് എന്ന് പറയുന്നത് തികച്ചും ഡിഫറെന്റ് ആണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം കുട്ടികളുടെ ചിന്തകളിലൂടെ പലതും കടന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പേരൻസിനോ നമുക്കോ ഇത് നേരത്തെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ പല കേസുകളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമായ ഒരു ടോപ്പിക് തന്നെയാണ് സ്റ്റുഡൻറ് സൂയിസൈഡൽ തോട്ട്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ലീഡ് ചെയ്യുന്നത് യൂനസ് സാറാണ്. സാർ ആയുർവേദിക് ഡോക്ടറാണ്, MSc സൈക്കോളജിയാണ്, അതുപോലെ തന്നെ വെൽനസ് മെന്റൽ ഹെൽത്ത് വെൽനസ് ട്രെയിനർ ആണ്, അതോടൊപ്പം നല്ലൊരു ഫാമിലി തെറാപ്പിസ്റ്റ് ആണ്, അതുപോലെ തന്നെ മാരേജ് ഗൈഡൻസ് കൗൺസിലർ കൂടിയാണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ ദ ആർട്ട് ഓഫ് പാരന്റിങ്, അതുപോലെ പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, സെക്ഷുവാലിറ്റി ഇൻ മാരേജ് തുടങ്ങി വ്യത്യസ്തമായ കോഴ്സസും വർക്ക്ഷോപ്പുകളും നടത്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, നമ്മുടെ ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ യൂനസ് സാറിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറെ ചർച്ചകളൊക്കെ നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. പലപ്പോഴും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ തന്നെ സൂയിസൈഡ് ഒരുപാട് കൂടുന്നതായിട്ടാണ് കാണാറുള്ളത്. ഇല്ലെങ്കിൽ സൂയിസൈഡൽ തോട്ട്സ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. സൂയിസൈഡ് ചെയ്തവരെ എണ്ണം നോക്കുന്നതിനേക്കാളും കൂടുതൽ സൂയിസൈഡ് തോട്ട്സ് ഉള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ജീവിതം മടുത്തു. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നമ്മളൊരു സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞ ജീവിതം മടുത്തു പോയി. അപ്പൊ ഞാൻ പലപ്പോഴും നമുക്കൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ അത്ഭുതമാണ്. കാരണം ജീവിതം കണ്ടിട്ടില്ല, കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ കാണാൻ തുടങ്ങുന്ന ഒരു പോയിന്റിൽ മുതലേ നമ്മളൊരു സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ നമുക്കത് മടുപ്പ് വരിക. ഒരു ഓട്ടം തുടങ്ങുമ്പോൾ ആ ഓട്ടം
നമ്മൾ ഫിനിഷിംഗ് ലൈൻ ഒന്ന് കടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓടണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് ഓടണം എന്നുള്ള അയാളുടെ ആഗ്രഹം കൊണ്ടായിരിക്കും അയാൾ എത്തിയിട്ടുണ്ടാവുക. പക്ഷെ അത് ഓട്ടം തുടങ്ങി ജസ്റ്റ് ഒന്ന് മുന്നോട്ട് 2 സ്റ്റെപ്പ് എടുത്തപ്പോഴേക്കും അയാൾക്ക് ഓടണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ ആള് ഓടാൻ തീരുമാനിച്ചത് തന്നെയാണോ, അല്ലെങ്കിൽ ഒരാൾ പ്രഷർ ചെയ്തുകൊണ്ട് ഓടിക്കുകയാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കൂടെ ഉള്ളത് ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണോ മടുപ്പ് വന്നത്? ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ചോദിച്ച് നമുക്കൊരു ചിന്ത വരും. ഇതേപോലെയാണ് ഒരു മരണം ആഗ്രഹിക്കുന്ന ചെറിയൊരു പ്രായമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതം അയാൾ തെരഞ്ഞെടുത്ത വിഷയമാണോ അയാളുടെ പ്രശ്നം? അല്ലെ? അയാളുടെ ജീവിതം എന്താണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു പെർമിഷൻ കിട്ടി നമ്മൾ ജനിച്ചതൊന്നും അല്ല. നമ്മുടെ ജനനത്തിന് പ്രത്യേകിച്ച് ഒരു തരത്തിലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് ജനിച്ചതല്ല. അതാണോ അയാളുടെ റീസൺ? അങ്ങനെ പല ആളുകളും റീസൺ പറഞ്ഞിട്ടുണ്ട്. ഈ ജനിച്ചത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി, അതുകൊണ്ട് എനിക്ക് ഇനി മരിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കുട്ടികളാട്ടോ, പ്രായമുള്ള ആളുകൾ, കുട്ടികൾ തന്നെ ആ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിക്കാൻ താല്പര്യമില്ല, മടുപ്പ് തോന്നുന്നുണ്ട്. അത് പഠനം ആണോ വിഷയം? അല്ല, പഠനമല്ല വിഷയം. മിക്കവാറും കുട്ടികളിൽ പഠനമല്ല സത്യം പറഞ്ഞ പ്രശ്നങ്ങൾ. നല്ലൊരു ശതമാനം ഈ സൂയിസൈഡൽ തോട്ട്സ് ഉള്ള കുട്ടികളേക്ക് നമ്മൾ വല്ലാണ്ട് ആഴ്ന്നിറങ്ങി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ കാര്യമായിട്ട് വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. കാര്യമായിട്ട് ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. രണ്ടാമത്തത് ആ കുട്ടിയുടെ സറൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. കൂട്ടുകാര്, സ്കൂളിലെ മറ്റ് ബന്ധങ്ങൾ, ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ കുട്ടിയും ടീച്ചറും തമ്മിലൊരു ഈഗോ സിസ്റ്റം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നാട്ടിലുണ്ടാകുന്ന, വീടിന്റെ ചുറ്റുപാട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ആ കുട്ടിയുടെ രണ്ടാമത്തെ ഒരു വിഷയം. മൂന്നാമത്തെ ഒരു വിഷയമായിട്ടാണ് പലപ്പോഴും അക്കാഡമിക് പ്രഷർ വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ കുട്ടികളോടൊക്കെ സംസാരിച്ച്, ഈ സൂയിസൈഡൽ തോട്ട്സ് ഉള്ള കുട്ടികളോട് ഒരുപാട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ കുട്ടികളുടെ ഒക്കെ പ്രധാന പ്രശ്നങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രീതികളിലാണ് പലപ്പോഴും ഇത് കൊണ്ട് എത്തിക്കാറുള്ളത്. അപ്പോ നമ്മൾ പലപ്പോഴും ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ടീച്ചേഴ്സിന്റെ പ്രശ്നം കൊണ്ടാണ്. ടീച്ചേഴ്സ് ഒരുപാട് പ്രഷർ കൊടുക്കുന്നുണ്ടാണ്. അതുപോലെ ടീച്ചേഴ്സിന് ഈഗോ ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പാരന്റ്സിന് നോക്കാൻ പറ്റുന്നില്ല. പാരന്റ്സ് വല്ലാതെ പ്രഷർ കൊടുക്കുന്നുണ്ട്, അക്കാഡമിക് പ്രഷർ കൊടുക്കുന്നുണ്ട് നേരിട്ട് പൊതുവെ പറയാം. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക് പ്രഷറിന്റെ പ്രശ്നമല്ല അവിടെ കിടക്കുന്നത്. അവര് അക്കാഡമിക്കലി അല്ലാത്ത വിഷയങ്ങളിലും ആ പ്രഷറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന്. അപ്പൊ 2 തരത്തിൽ നമ്മൾ കേൾക്കാം. അക്കാഡമിക് പ്രഷർ മാത്രം കൊടുത്തുകൊണ്ട് ഒരു കുട്ടിക്ക് സൂയിസൈഡ് തോട്ട്സ് വരുന്നത് വളരെ കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് സംസാരിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്റ്റഡീസ് ഒക്കെ വായിക്കുന്ന സമയത്ത് അതിൽ കാണാം ഈ പറയുന്ന കാര്യം. അതായത് അക്കാഡമിക് പ്രഷർ കുറെ ഉള്ളത് കൊണ്ടല്ല ആ കുട്ടിക്ക് മടുപ്പ് തോന്നിയത്. പഠിക്കാൻ ഇഷ്ടമാണ്, സ്കൂളിൽ വരാൻ ഇഷ്ടമാണ്, സ്കൂളിൽ വരുന്നത് കൊണ്ടാണ് കുട്ടിക്ക് ഒരു സമാധാനം കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ ആ കുട്ടി പറയുമ്പോഴും അക്കാഡമിക് പ്രഷർ കൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് ഒരു മടുപ്പ് വന്നതെങ്കിൽ സ്കൂളിൽ വരാൻ പോലും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പഠനത്തിന് മാത്രമല്ല വേറെ എല്ലാ വിഷയത്തെയും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കും അവര് മാനേജ് ചെയ്യുന്നത്. ആ രീതി കൊണ്ടായിരിക്കും പലപ്പോഴും ചില കുട്ടികൾക്ക് വീട്ടിൽ തന്നെ പോകാൻ താല്പര്യമില്ല, അച്ഛനമ്മമാരോട് സംസാരിക്കാൻ താല്പര്യമില്ല, അച്ഛനമ്മമാരോട് സംസാരിക്കാൻ പേടിയാണ്, അവർ തീരെ റെസ്പോൺസിബിൾ അല്ല, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ വിഷയങ്ങളൊക്കെ നമുക്ക് കുറിച്ച് നമുക്ക് ഒരു ട്രെയിനർ ചെയ്യുന്ന ആളുകള്, സ്കൂളുകളിൽ ട്രെയിനിങ് ചെയ്യുന്ന ആളുകള്, കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കുറച്ചും ചർച്ച ചെയ്യണം തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ടോപ്പിക്ക് നമ്മൾ ഇന്ന് ഡെവലപ്പ് ചെയ്യാൻ കാരണം പല സ്കൂളുകളിലും സംസാരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് തന്നെ ഒരുപാട് സ്ട്രെസ്സിൽ, പാരന്റ്സ് വേറെ രീതിയിൽ സ്ട്രെസ്സിൽ, കുട്ടികൾ വേറെ രീതിയിൽ സ്ട്രെസ്സിൽ. സത്യം പറഞ്ഞാൽ എല്ലാവരും സ്ട്രെസ്സിലാണ് ഇവിടെ. ഈ സ്ട്രെസ്സാണ് ഈ പറഞ്ഞ എല്ലാത്തിനുള്ള പ്രശ്നം. കാരണം ഈ സ്ട്രെസ് നമ്മളെല്ലാം ലോഡ് ചെയ്യുന്നത് നമ്മുടേതായ ഒരു കംഫർട്ട് സോണിലായിരിക്കും. നമ്മുടേതായ സ്ട്രെസ് എല്ലാം കൊണ്ടുവന്ന് ഈ ഗാർബേജ് തട്ടുന്നത് പോലെ തട്ടുന്നത് നമ്മളുടേതായ കംഫർട്ട് സോണിലായിരിക്കും. മിക്കവാറും ആ കംഫർട്ട് സോൺ വീടായിരിക്കും. അപ്പോ അച്ഛന്റെ പ്രശ്നങ്ങളെല്ലാം തട്ടുന്നത് വീട്ടില്, അമ്മയുടെ പ്രശ്നങ്ങളെല്ലാം തട്ടുന്നത് വീട്ടില്. പൊതുവെ ചിലപ്പോൾ കുട്ടികളോട് ഡയറക്റ്റ് ആയിട്ടൊന്നും പറയുന്നുണ്ടാവില്ല, പക്ഷെ അവിടെ ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനത്തെ സംസാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അതിന്റെ ഇടയ്ക്കായിരിക്കും ഈ കുട്ടിയുടെ അക്കാഡമിക് ഇഷ്യൂസ് ഒക്കെ വരുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ഇതിനെ കാണുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഇനിയിപ്പോ നിന്നെയും കൂടെ ഞാൻ നോക്കണോ, നിന്റെ കാര്യം നീ സ്കൂളിൽ നിന്ന് നോക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ നോക്കൂല എന്നുള്ള രീതിയിലോട്ടൊക്കെ
കുട്ടിയോട് ചിലപ്പോൾ രീതിയിൽ പല രീതിയിൽ സംസാരിക്കും. അപ്പൊ പാരന്റ്സിന്റെ സൈഡിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, അവരൊരു ഫാദർ കോൺഷ്യസ്നസ്, മദർ കോൺഷ്യസ്നസ് ആണ് പറയാം. അവരുടേതായ ഒരു കോൺഷ്യസ്നസ്സിലാണ്. കുട്ടിയുടേതായ ഒരു കോൺഷ്യസ്നസ്സിലേക്ക് അവർ വരുന്നില്ല. അപ്പൊ അവരുടെ കോൺഷ്യസ്നസ് ഒരു മദറിനെ സംബന്ധിച്ചിടത്തോളം ജോലി ഉള്ളതോ ജോലി ഇല്ലാത്തോ ആളായിട്ട് നമുക്ക് കാണാം. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട്ടിൽ വലിയ ജോലിയുണ്ട്. അപ്പൊ ഈ ജോലി തിരക്കുകൾ ചിലപ്പോ അവിടെ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഹസ്ബൻഡ് റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വൈഫിന് ആ ഒരു ലൈഫിനോട് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഈ കഥകളൊക്കെ ചെറുപ്പം തൊട്ടേ കുട്ടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോ ഇവർ തമ്മിൽ വേറെ അടിയും പിടിയും പരിപാടികളൊന്നും ഉണ്ടാവില്ല. ചില വീടുകളിലൊക്കെ നോക്കുന്ന സമയത്ത് പാരന്റ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണ് ഇതിന്റെ റീസൺ എന്നൊക്കെ പറയും. പക്ഷെ ആ ചില കുട്ടികളുടെ വീട്ടിൽ ഈ പറയുന്ന കോൺഫ്ലിക്റ്റും ഇല്ല, അതായത് അവർ തമ്മിൽ ഇങ്ങനെ അടിപിടി പരിപാടിയൊന്നും ഇല്ല. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരാള് ഇടക്കിടക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അമ്മ അച്ഛനെ പറ്റി ഇങ്ങനെ കുറെ നെഗറ്റീവായിട്ട് സംസാരിക്കും, അച്ഛൻ അമ്മയെ പറ്റി കുറെ ചീത്ത വിളിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ഷൗട്ടിങ് കേൾക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതല്ല, അല്ലാതെ സ്ഥിരമായിട്ടൊരു അടിപിടി പരിപാടികളൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ഇതിങ്ങനെ കേൾക്കും. പക്ഷെ ഇത് തമാശയിലാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫ് ഇല്ലാതാക്കി, എനിക്കൊന്നും ഇല്ലാണ്ടായിപ്പോയി, ഞാൻ എൻ്റെ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല, എനിക്കെന്നെ മടുത്തുപോയി, എനിക്കിനി മരിച്ചാൽ മതി. ഈ വാക്കുകളൊക്കെ ഒന്നുകിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആ വീട്ടിൽ സ്ഥിരമായിട്ട് പറയാറുണ്ട്, പല രീതികളിലായിട്ട്. പക്ഷെ ഈ കുട്ടിയിലേക്ക് ഇത് ഒബ്സർവ് ചെയ്ത് വന്നപ്പോൾ കുട്ടി ഇതിന്റെ ഒരു കാരണമായിട്ടാണ് കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഫീൽ ചെയ്യുന്നത് ഞാൻ കാരണമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത്. കാരണം എന്താ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ അക്കാഡമിക് വിഷയത്തിലോട്ട് വരുമ്പോൾ നിന്നൊക്കെ എന്തിനാ ഈ നോക്കുന്നത്, ഈ പറഞ്ഞ ദേഷ്യം മൊത്തം പിന്നെ കണക്ട് ചെയ്തിട്ട് കുട്ടിയോട് സംസാരിക്കും. അപ്പൊ കുട്ടിക്ക് നേരത്തെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്, ഐ ആം നോട്ട് ബിലോങ്ങിങ് ഹിയർ. അപ്പൊ ഞാൻ ഇവിടെ ഉള്ള ഒരാളല്ല, ഞാൻ ഇവിടെ ജനിക്കാൻ പാടില്ലായിരുന്നു, എന്റെ ജനനം തന്നെയാണ് പ്രശ്നം, ഞാൻ ഇവരെ കൂട്ടത്തിൽ നിന്നാണ്, ഞാൻ കാരണമാണ് ഇവർക്കൊക്കെ നഷ്ടപ്പെടുന്നത്, ഞാനാണ് എല്ലാത്തിനും ഉത്തരവാദി, ഞാനാണ് മരിച്ചാൽ തീരുമല്ലോ. ഈ പറയുന്ന ഒരു തോട്ട് ഉണ്ട്. ഇവിടെ മുതലൊക്കെയാണ് ഇതിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് അവസാനം അക്കാഡമിക് പ്രഷറിലോട്ടൊക്കെ എത്തുന്നത്. അപ്പൊ പാരന്റ്സിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ പാരന്റ്സ് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് പാരന്റ്സ് ഒരു കുട്ടിയെ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിച്ച് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റിൽ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഇപ്പൊ വളരെ കുറവൊക്കെ തന്നെ. അങ്ങനെ ഭയങ്കര പിന്നാലെ കൂടുതൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പല സ്കൂളുകൾ സംസാരിക്കുമ്പോഴും ആ പ്രിൻസിപ്പൽ, ഞാൻ ഈ അടുത്ത് തന്നെ 2-3 സ്കൂളുകൾ സംസാരിച്ചു. അപ്പൊ അവിടെ പ്രിൻസിപ്പൾ പറയുന്നത് കുട്ടികളെ ഇപ്പൊ സ്കൂളിൽ നിന്ന് തന്നെ എന്തെങ്കിലും രീതിയിൽ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാല് വീട്ടുകാർ വന്ന് ഭയങ്കര ഒച്ചപ്പാട് ബഹളമാണ്. കാരണം കുട്ടിയെ വല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഏത് പ്രശ്നം വന്നാലും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കൂടുതലായിട്ട് കാണുന്നത്. വളരെ കുറച്ച് പേരൻസ് ആണ്, പണ്ടത്തെ പോലെ ഭയങ്കര ടോക്സിക് പാരന്റിങ് ഒന്നും ഇല്ലെങ്കിലും ഇന്നും പല രീതിയിൽ ടോക്സിക് പാരന്റിങ് നടക്കുന്നത് വളരെ കുറഞ്ഞ രീതികളിലാണ്, പല രീതിയിൽ നടക്കുന്നത്. അത് ചിലപ്പോൾ അച്ഛനായിരിക്കും, ചിലപ്പോൾ അമ്മയായിരിക്കാം, ഏതെങ്കിലും രീതി. പണ്ട് നോക്കുന്ന രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ടോക്സിക് പാരന്റിങ്ങിനെക്കാളും വലിയൊരു പ്രശ്നം കിടക്കുന്നത് ഒരു തരത്തിലും അവരെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ജോലി തിരക്ക് കാരണോ അവരുടേതായ പ്രശ്നങ്ങൾ കാരണോ മക്കളെ ശ്രദ്ധിക്കുന്നില്ല, മക്കളെ കൺസിഡർ ചെയ്യുന്നില്ല. അവർക്ക് വേണ്ട വാല്യൂസ് അച്ഛൻ എന്നുള്ള രീതിയിലോ അമ്മ എന്നുള്ള രീതിയിലോ സാമ്പത്തികമായുള്ള ഹെൽപ്പുകളും പഠിപ്പിക്കുന്ന ഹെൽപ്പുകളൊക്കെ കൊടുത്തിട്ട് അതിനെ അങ്ങനെ പലയിടത്തും അങ്ങനെ ഉണ്ട്. എന്താണ് ടോക്സിക് പാരന്റിങ് ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞത്, നേരത്തെ മുമ്പ് നമ്മൾ നോക്കുന്നതിനേക്കാളും കുറവ് തന്നെയാണ്. കാരണം കൂടുതലും സപ്പോർട്ടിങ് ക്യാരക്ടറിലോട്ട് മാറിയിട്ടുണ്ട്. കാരണം ജെന്റിൽ പാരന്റിങ് കൊണ്ടെന്ന് വെച്ചാൽ കുട്ടികളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കരുതേണ്ടത് 24 മണിക്കൂർ അത് സപ്പോർട്ട് ചെയ്തിരിക്കില്ല. അവരുടെ തെറ്റുകളെ കാണുമ്പോൾ വീട്ടിൽ നിന്ന് വല്ല നല്ല രീതിയിൽ ഷൗട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ തെറ്റുകൾ കാണുമ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ ചീത്ത പറയാം, കുട്ടികളെ ചീത്ത പറയില്ല, കുട്ടികളെ തെറ്റായിട്ട് അത് കൺസിഡർ ചെയ്യുന്നില്ല. അത് ഒരുപാട് സ്കൂളിൽ നിന്ന് സംസാരിച്ചപ്പോൾ കിട്ടിയൊരു വിവരമാണ്, അതായത് ഒരു ഇൻഫോർമേഷൻ ആണത്. കാരണം അത് ഞാൻ അത്രയും ഉറപ്പോടെ പറയുന്ന ഒരു കാര്യം. കാരണം ഞാൻ ഈ കൊച്ചിയിലുള്ള പല സ്കൂളുകളിലും ഞാൻ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ എല്ലാ ടീച്ചേഴ്സും കംപ്ലൈന്റ് പറയുന്നൊരു കാര്യം. കാരണം നമുക്ക് സ്കൂളിൽ വെച്ചിട്ട് കുട്ടികളെ നമുക്ക് ഒരു കാരണവശാലും ഒന്ന് വഴക്ക് പറയാനോ ഒരു പണിഷ്മെന്റ് കൊടുക്കാനോ പറ്റുന്നില്ല. അപ്പേക്കിനത് വീട്ടിൽ നിന്ന് വന്ന് അത് ഭയങ്കര പ്രശ്നമാക്കും. അപ്പൊ ഇത് വീട്ടിൽ നിന്ന് ചിലപ്പോൾ പല രീതിയിൽ ഇവരെ ടോക്സിസിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ സ്കൂളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു പണിഷ്മെന്റോ കാര്യങ്ങളോ കൊടുക്കാൻ വീട്ടുകാർ സമ്മതിക്കുന്നേ ഇല്ല. അപ്പേക്കിനും അത് വലിയ ടോക്സിക് ആയി മാറുകയാണ്. അവർ ചെയ്യുന്ന കാര്യം അവർ മറന്നുപോകും. അപ്പൊ വാട്ടെവർ, ആ വിഷയത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. അപ്പൊ ഇവിടെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം
കൺസിഡറേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പോയിന്റ് ആണ് ഫസ്റ്റ് ഡെവലപ്പ് ആവുന്നത്. കുട്ടിയിലേക്കുള്ള കൃത്യമായ കൺസിഡറേഷൻ കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല. അപ്പൊ കുട്ടി ഇമോഷൻസിനെ പഠിക്കുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, ഇന്നത്തെ കുട്ടികൾക്ക് ഐഡന്റിറ്റി കൺഫ്യൂഷൻ ആണ്. ശരിക്കും ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ്, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്റെ ചുറ്റുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയാണ്, ഇവരൊക്കെ പറയുന്നത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ എന്റെ ഇമോഷൻസ് എന്താണ്, എന്റെ ഇമോഷൻസിന്റെ വില, എന്റെ പേഴ്സണാലിറ്റിന്റെ വരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഈ കുട്ടികൾ എത്തുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ ആവുന്നതിന്റെ ഒരു റീസൺ നമുക്ക് എന്തായി എടുക്കാം, പാരന്റ്സിന്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു കൺസേൺ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം പാരന്റിങ്ങിലാണ് ഇത് ഓണാവുന്നത്. പാരന്റിങ്ങിൽ ഇത് ഓണായിട്ടില്ലെങ്കിൽ ടീച്ചേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യമൊക്കെ മുമ്പൊക്കെ പല ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് പാരന്റ്സിന് ചെയ്യാൻ പറ്റുന്നത് ഈ ലിമിറ്റും, അതിനുശേഷം കുട്ടികളെ മോൾഡ് ചെയ്യുന്നത് ടീച്ചേഴ്സിനാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ട് എടുക്കുന്നതൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോ പല പഠനങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കി പഠിച്ചപ്പോൾ മനസ്സിലായി, ഇവിടെ ഫസ്റ്റ് പ്രൈമറി ആയിട്ട് പാരന്റ്സ് ആണ്. പാരന്റ്സ് തന്നെയാണ് ഫസ്റ്റ് ലെവൽ. അപ്പൊ പാരന്റ്സിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവേഷൻസും നല്ല അവയർനെസ്സും കൊടുക്കാതെ ഇതിലൊരു മാറ്റം വരില്ല. കാരണം പാരന്റ്സിന്റെ ഉള്ളില് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടായിരിക്കണം ഇവർ കുട്ടികളോട് സംസാരിക്കുക. അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ അവിടെ വീട്ടിൽ നിന്ന് പല രീതിയിൽ ഇവര് എന്താണ് ദേഷ്യവും വെറുപ്പുകളും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വല്ലാത്ത രീതിയിൽ ഡിസ്കസ് ചെയ്യും. ഈ ഡിസ്കഷൻസ് ഒക്കെ കുട്ടികൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു തവണ ഞാൻ ഒരു കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് അച്ഛനമ്മേനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛനമ്മക്കും തീരെ കോമൺ സെൻസ് ഇല്ല, അച്ഛനും ഇല്ല അമ്മയ്ക്കും തീരെ കോമൺ സെൻസ് ഇല്ല. ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ് ആ മറുപടി തരുന്നത്. കോമൺ സെൻസ് ഇല്ല. കാരണം കുട്ടികൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട് പാരന്റ്സിനെ. പക്ഷെ പാരന്റ്സിന് തീരെ ഒരു തരത്തിലും കുട്ടികളെ ഒബ്സർവ് ചെയ്യാനോ നല്ല രീതിയിൽ മോശം രീതിയിൽ ഓവർ കൺസേൺ കൊടുക്കുന്ന പാരന്റ്സ് മിക്കവാറും ഓവർ കൺസേൺ ആണ് കൊടുക്കുന്നത്, ഭയങ്കരമായ അറ്റാച്ച്മെന്റ്സ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ അറ്റാച്ച്മെന്റ്സ് നല്ല രീതിയിലുള്ള കൺസേൺ കൊടുക്കാണ്ട് ഓവർ അറ്റാച്ച്മെന്റ്സ് കൊടുക്കുമ്പോൾ അവിടെ മദർ ആൻഡ് ടീച്ചർ കോൺഷ്യസ്നെസ് എന്ന് വരും. നമുക്കറിയാലോ, നമ്മളാണ് കുട്ടികൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു കൊടുത്താലേ കുട്ടിക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു ഗൈഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഉള്ളിലുണ്ട്. പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മൾ മദർ എന്ന് പറയുന്ന കോൺഷ്യസ്നെസ് കൂടി വരും. എന്നിട്ട് ആ കുട്ടിയെ വല്ലാണ്ട് അങ്ങ് പ്രഷർ ചെയ്തിട്ട് ആ നല്ല വഴിയിലൂടെ നടത്താൻ നമ്മൾ ശ്രമിക്കും. ഈ നല്ല വഴി എന്ന് പറയുന്നത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ അമ്മയുടെ കോൺഷ്യസ്നെസ്സിലുള്ള നല്ല വഴിയായിരിക്കും. യഥാർത്ഥത്തിൽ നല്ല വഴി അതായിരിക്കും. കാരണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല വഴി വേറെ ആയിരിക്കും. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്നുള്ളത് ഈ രീതിയിൽ പഠിച്ചിട്ട് ഈ രീതിയിലുള്ള ഒബ്സർവേഷൻസ് ഒക്കെ കിട്ടിയിട്ട് ഈ രീതിയിലുള്ള ജോലി കാര്യങ്ങളിലൂടെ എത്തണം എന്നായിരിക്കും കുട്ടിയുടെ ഒബ്സർവേഷൻ. പക്ഷെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ കോൺഷ്യസ്നെസ്സിൽ അതൊന്നും ഇപ്പൊ ചെലവാവില്ല, അതൊന്നും ഇപ്പൊ ശരിയാവില്ല, അതിനൊന്നും ഇവിടെ സാമ്പത്തിക അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ നിനക്ക് ഏറ്റവും പറ്റുന്ന ഈ പരിപാടി ഇങ്ങനെയാണ്, നീ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഒരു പേപ്പർ ഒരു എക്സാം കഴിയുമ്പോൾ മാത്സിൽ മാർക്ക് കുറവാന്ന് പറഞ്ഞോടെ അവിടെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്, മാത്സിൽ മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് ബുദ്ധിയില്ല. ഒരു പാരന്റ് പറഞ്ഞതാണ്, എന്റെ കുട്ടിക്ക് മാത്സിൽ തീരെ മാർക്കില്ല, അതിന്റെ അർത്ഥം കുട്ടിക്ക് വിവരമില്ല എന്നല്ലേ, ബുദ്ധി ഇല്ല എന്നല്ലേ. ബുദ്ധി ഉള്ളവർക്കൊക്കെ മാത്സിൽ നല്ല മാർക്ക് ഉണ്ടാവില്ലേ? അതൊരു വിശ്വാസം. ഇത് എവിടുന്നാ കിട്ടിയത്? നമുക്കൊക്കെ നമ്മൾ ബാക്കിലോട്ട് നോക്കേണ്ടി വരും. കാരണം മാത്സിൽ മാർക്ക് കുറവാണ്, ബാക്കി എല്ലാത്തിലും കുട്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ട്. മാത്സിൽ മാർക്ക് കുറവാണ്, മാത്സിന് 2 or 3 ട്യൂഷനാണ് കുട്ടി കൊടുക്കുന്നത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീരെ ഇഷ്ടമല്ലാണ്ടായി. ഓൾറെഡി ആ വിഷയം വല്ലാണ്ട് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കുറച്ച് മാർക്ക് കുറഞ്ഞത്. പിന്നെ ഇത്രയും ട്യൂഷന് കൂടി കൊടുത്തോടെ കുട്ടിക്ക് അത് ഓവർ പ്രഷറായി മാറുകയാണ്. കാരണം നമ്മളൊക്കെ വിചാരം ഈ ട്യൂഷൻ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് ശരിയായി, ക്ലിക്കായി, കാരണം കുട്ടിക്ക് ഒന്നുകൂടി പഠിക്കാനുള്ള അവസരം കിട്ടിയല്ലോ. ഇത് നമ്മുടെ കോൺഷ്യസ്നെസ് ആ, കുട്ടിയുടെ കോൺഷ്യസ്നെസ് അല്ല. ട്യൂഷന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു അവസരം കിട്ടിയല്ലേ പഠിക്കാൻ എന്നുള്ളത് നമ്മുടെ കോൺഷ്യസ്നെസ് ആണ്, കുട്ടിയുടെ കോൺഷ്യസ്നെസ് അല്ല. കുട്ടിയുടെ കോൺഷ്യസ്നെസ് ഇനി കൂടുതൽ എഫേർട്ട് ഇടണം എന്നുള്ളതാണ്, ഇനി എക്സ്ട്രാ പണി എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ പ്രഷറാണ്. കുട്ടിയുടെ ഒബ്സർവേഷൻ, കുട്ടിയുടെ കോൺഷ്യസ്നെസ് നോക്കുമ്പോൾ അത് എക്സ്ട്രാ പ്രഷറാണ്. ഇങ്ങനെയുള്ള ഓരോ വിഷയത്തിലും മദർ കോൺഷ്യസ്നസ്, ഫാദർ കോൺഷ്യസ്നസ്, അവര് ഫാദർ ആയതുകൊണ്ടും അച്ഛനായതുകൊണ്ടും അമ്മ ആയതുകൊണ്ടും അവരുടേതായ രീതിയിലുള്ള അവരെ കോൺഷ്യസ്നെസ്സിലെ അവരുടെ അറിവുകൾ ഉപയോഗിച്ചിട്ട് ഈ കുട്ടിയെ എന്ത് ചെയ്യും, ഗൈഡ് ചെയ്യാൻ നോക്കും. അപ്പൊ ആ ഗൈഡൻസിൽ നമ്മൾ ഗൈഡ് ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടെങ്കിലും ആ ഗൈഡൻസിൽ ആ രീതിക്ക് കുട്ടി കോപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ അവിടെ കുറച്ച് പ്രഷർ കൊടുക്കും. അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റൂല, ഇതില്ലെങ്കിൽ നിനക്ക് മാർക്ക് കിട്ടൂല, ഇതില്ലെങ്കിൽ SSLC പൊട്ടിപ്പോവും, അല്ലെങ്കിൽ +2 നിനക്ക് മാർക്ക് ഉണ്ടാവില്ല, +2 സയൻസ് എടുക്കാൻ പറ്റൂല. ഇതൊക്കെ ഓൾറെഡി മദറിന്റെയും ഫാദറിന്റെയും കോൺഷ്യസ്നെസ്സിലുള്ള, എന്താ പറയുക, 10ാം ക്ലാസ്സിലത്തെ മാർക്ക് കിട്ടി, +2 സയൻസ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇന്നത് ചെയ്ത്, ഇത് ഇവര് സ്ട്രാറ്റജി ഫോം ചെയ്തിട്ടുണ്ട്.
ഈ കോൺഷ്യസ്നെസ് അനുസരിച്ച് ഈ വഴിയിലൂടെ കുട്ടിയെ നടത്തിക്കുക എന്നുള്ളത് ഇവരുള്ളിലൂടെ നടക്കുന്ന പ്രോസസ്സാണ്. പുറത്തോട്ട് എന്താ പറയാ, കുട്ടിക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിക്കുള്ളൂ. കാരണം അവര് പോലും അറിയുന്നില്ല കുട്ടിയെ ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ, കുട്ടിക്ക് വേണ്ടതേ ഞാൻ കൊടുക്കുന്നുള്ളൂ, അവൾ ഇഷ്ടപ്പെടുന്നതേ ഞാൻ ചെയ്യുന്നുള്ളൂ, എന്നിട്ടും അവൾ അത് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ആണ് വരിക. പക്ഷെ യഥാർത്ഥത്തിൽ അതെല്ലാം നടക്കുന്നത് ഇവരൊക്കെ ഉള്ളിൽ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്തിട്ടുണ്ട് സബ് കോൺഷ്യസ്ലി. കാരണം അത് കൺസേൺ ആണ്, ഓവർ കൺസേൺ ആണ്. എന്റെ കുട്ടി എന്ന് പറയുന്ന ഒരു ഓവർ കൺസേൺ ആണ്. ഇപ്പൊ നമ്മൾ ടീച്ചർ മദർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ, സ്കൂളിൽ ടീച്ചർ ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ടീച്ചർ ആ കുട്ടികളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നു, നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു, മനസ്സിലാവുന്നില്ല എന്ന് തോന്നിയാൽ ഒരു തവണ കൂടി പറയുന്നു, വീണ്ടും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് റൂമിൽ ഒന്ന് കാണാൻ പറയുന്നു, അവിടെ അത് ക്ലോസ് ആയി. പിന്നെ എക്സാമിന് സമയത്ത് ഒന്നുകൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, കുട്ടികളെ ഒരുവിധമൊക്കെ അത് പഠിക്കുന്നു, ഒരുവിധം ധാരണ ആയി കഴിഞ്ഞാൽ നമുക്കത് ഓക്കെയാണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ നമ്മളെ കുട്ടിക്ക് നമ്മൾ പഠിപ്പിക്കുന്ന ആസ് എ ടീച്ചർ, ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടി ഞാൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടി ഒരു തവണ മനസ്സിലാക്കി രണ്ടാമത് ചോദിക്കുമ്പോഴേ നമുക്ക് ഇച്ചിരി ദേഷ്യം വരും. കാരണം കേറുന്നില്ല അങ്ങോട്ട്, തലക്ക് എന്തോ പ്രശ്നമുണ്ടോ, ബ്രെയിനിൽ എന്താ ഇവള് ഐക്യു കുറവായതുകൊണ്ടാണോ, പിന്നെ കുറെ കോൺഷ്യസ്നെസ് വരികയാണ്, ഒരു മദർ കോൺഷ്യസ്നെസ് വരികയാണ്. ടീച്ചർ കോൺഷ്യസ്നെസ് അവിടെ വിട്ട് ടീച്ചർ ആയതുകൊണ്ട് ഒരു മദറായി മാറി നമ്മൾ. അപ്പൊ ആ മദറിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കുട്ടിക്ക് എക്സ്ട്രാ 2 തവണ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേക്ക് ഇച്ചിരി ദേഷ്യം വരും, 3ാമതാണ് ഒന്നുകൂടെ പറയുമ്പോഴേക്കിന് ഒന്നുകൂടെ ദേഷ്യം വരും. അപ്പൊ നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് ദേഷ്യം വരും. കാരണം എന്താ അറിയോ, ഈ ദേഷ്യം എവിടുന്നാ വരുന്നത്, സങ്കടത്തിൽ നിന്നാ വരുന്നത്. എത്രത്തോളം നമുക്ക് സങ്കടം ഉണ്ടെന്ന് അറിയാം. സങ്കടം എന്തിനെ പറ്റിയിട്ടാണ്, എന്റെ കുട്ടിക്ക് വിവരമില്ലല്ലോ, എന്റെ കുട്ടിക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധി ഇല്ലല്ലോ. എന്നിട്ട് നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ സ്വന്തം കുട്ടിയിലേക്ക് കൂടുതൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രഷർ കൊടുക്കും. ഇതൊന്നും നമ്മളറിയും, നമ്മൾ വിചാരം എന്താ, കുട്ടികൾക്ക് ഇത് കൂടുതൽ അവസരം എന്നാ. ഒരു ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം, അമ്മയെ സംബന്ധിച്ചിടത്തോളം, അച്ഛനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഞാൻ കൂടുതലായിട്ട് ഒരു എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് എന്നുള്ള ധാരണയിലേക്ക് കൊടുക്കുന്നത്. കുട്ടിക്ക് ഇതൊരു തലവേദന, ഇത് നമ്മൾ അറിയുന്നേ ഇല്ല. ബിക്കോസ് മദർ കോൺഷ്യസ്നെസ് എന്നാണ് ഇത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫാദർ കോൺഷ്യസ്നെസ് എന്നാണ് ഇത് കൊടുക്കുന്നത്. ഞാനൊക്കെ എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് പണ്ടൊക്കെ എന്റെ ഉമ്മ അങ്ങനെ പഠിപ്പിക്കാനൊന്നും വരില്ല, ഫാദർ ആയിരിക്കും എപ്പോഴെങ്കിലൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഉപ്പ പഠിക്കുന്ന സ്ഥലത്ത് വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേ പേടിയാ. കാരണം ഉപ്പ ഒരു കാര്യം ചോദിച്ച് ആദ്യം ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതൊന്നും കുഴപ്പമില്ല, പക്ഷെ പറയാൻ ശ്രമിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ കൈയിന്റെ ഭാഗത്ത് ചെറിയ ഒരു പിച്ച് കിട്ടും. അപ്പൊ ആ ഒരു നുള്ളിനെ ഭയങ്കര പേടിയാ. അപ്പൊ ആ പേടി കാരണം നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം അത് ബൈഹേർട്ട് ചെയ്യാൻ നോക്കും. ബൈഹാർട്ട് ചെയ്യാൻ നോക്കുന്നതോടെ നമുക്ക് അതിന്റെ ബ്രേക്ക് ആവുമല്ലോ. നമ്മൾ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞ് അതിന്റെ അടുത്ത സീക്വൻസ് കിട്ടിയാലേ അതങ്ങ് ട്രെയിൻ പോലെ പോവുള്ളൂ. പക്ഷെ ഇത് ഇടയ്ക്ക് കട്ട് ചെയ്യും, ബൈഹാർട്ട് ആവും. ഇപ്പൊ കൂടെ പേടിയും കൂടെ ഉണ്ട്, ആങ്ഷ്യസും കൂടിയാണ്. അപ്പൊ അത് കട്ടാവുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു പിച്ച് കിട്ടും. ഇങ്ങനെ 3-4 പിച്ചൊക്കെ കിട്ടുമ്പോൾ അന്നത്തോടെ നമുക്ക് ആ ഒരു പിന്നെ പഠിക്കാനുള്ള സംഭവം മാറി. അപ്പൊ ഈ രീതിയിൽ 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ നല്ല രീതിയിൽ സ്ട്രെസ് വന്ന സമയത്ത് ഫാദറിനെ അത് മനസ്സിലായി, ഈ രീതി കൊണ്ടാണ്, ഞാൻ നോക്കിയത് കൊണ്ടാണ് ഇത് ശരിയാവാത്തതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഏരിയ ഫാദർ മാറ്റി നിർത്തിയിട്ടാണ് നമുക്ക് ചെറിയ ചെറിയ നല്ല നല്ല ട്യൂഷൻസ് ആ വീട്ടിലേക്ക് വന്ന് നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ആളുകളെ നമ്മൾ കൊണ്ടുവന്നത്. അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കാൻ തുടങ്ങുന്നത്. കാരണം പഠിക്കാൻ ഇഷ്ടമായിരുന്നു. ഈ പേടിയും ഈ എക്സ്ട്രാ തരുന്ന പല പണിഷ്മെന്റ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ തരുന്ന ഓവർ ആയിട്ടുള്ള കൺസേണൊക്കെ കാരണം ഇവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് എനിക്ക് വളരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഗിൽട്ട്, ആ ഒരു ഗിൽട്ട്, അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന സങ്കടങ്ങൾ, ഇതൊക്കെ കാരണമാണ് എൻ്റെ ഉള്ളിൽ പ്രഷർ കയറുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഓപ്ഷൻസ് തരിക എന്നുള്ളത് എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് ട്യൂഷൻസ് കൊടുത്തിട്ട് അതിന്റെ പുറമെ വീട്ടിലുള്ള ഉമ്മമാരോ അമ്മമാരോ ഒക്കെ കൂടെ പഠിപ്പിച്ചു കൊടുക്കുക. വീണ്ടും രാവിലെ ഒരു ട്യൂഷൻ, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വന്നൊരു ട്യൂഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാന്റെ ഒരു വക അല്ലെങ്കിൽ അമ്മയുടെ വക അച്ഛന്റെ വക ഒരു വേറൊരു ക്ലാസ്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതോടെ കുട്ടിക്ക് ഇത് കൺഫ്യൂസ്ഡ് വരിക. കാരണം ആദ്യത്തെ ട്യൂഷൻ പഠിപ്പിക്കുന്നത് വേറെ രീതി, സ്കൂളിൽ എത്തുമ്പോൾ അത് വേറെ രീതി, പിന്നെ വേറെ ട്യൂഷൻ എത്തുമ്പോൾ അതിന് വേറൊരു രീതി, വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പറഞ്ഞു തരുമ്പോൾ അതിന് വേറെ രീതി. ഇതെല്ലാം കൂടി കുട്ടി ഭയങ്കര കൺഫ്യൂസ്ഡാ. എത്രയോ കുട്ടികളെ പറയുന്നത് ഓരോ കാര്യം തന്നെ മനസ്സിലാക്കിയിട്ട് പോലും പറയാൻ പറ്റുന്നില്ല, പുറത്തോട്ട് വരുന്നില്ല. കാരണം എന്താ അറിയോ, ഇവരുള്ളിൽ അത് കോൺഫ്ലിക്ട് നടക്കുക. 3-4 അറിവുകൾ പല രീതിയിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇതിനെ പ്രോസസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അറിവ് കൊടുക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. എല്ലാവരും അറിവുകളാണ് കൊടുക്കുന്നത്. എങ്ങനെ നിങ്ങൾ ഇതിനെ നിങ്ങളായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പറയണം, നിങ്ങൾക്ക് മനസ്സിലായ രൂപത്തിൽ നിങ്ങൾ അത് പറയണം എന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അവരുടെ ഉള്ളിൽ അത് കോൺഫ്ലിക്റ്റ് ആണ്, പല അറിവുകൾ കിട്ടിയതേ ഉള്ളൂ. ഇതൊക്കെ അവരെ തമ്മിൽ ഒരു അക്കാഡമി ഒരു പ്രഷറാണ്, പാരന്റൽ പ്രഷറിങ് ആണ്. അപ്പൊ ഈ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ ഈ രീതിയിലാണ്.
രണ്ടാമത്തത് അക്കാഡമിക്കിലോട്ട് പോകുന്ന സമയത്ത് ടീച്ചേഴ്സിന്റെ മെയിൻ ആയിട്ട് പ്രഷർ കൊടുക്കുന്നതിനേക്കാളും ഞാൻ പറയാറുള്ളത് ഈഗോ ആണ്. ഈഗോ എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം ദ ബെസ്റ്റ് ടീച്ചർ, ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ഏറ്റവും നല്ല ടീച്ചർ. ചിലപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ വരെ നടക്കുന്നുണ്ടാവും. ചില സ്കൂളിലൊക്കെ ഞാൻ പല രീതിയിൽ കേട്ടിട്ടുണ്ട് കോമ്പറ്റീഷൻ. കാരണം ആ കോമ്പറ്റീഷൻ കാരണം എങ്ങനെയെങ്കിലും അത് തീർക്കുക എന്നുള്ള, ചിലപ്പോൾ പ്രിൻസിപ്പളിന്റെ പ്രഷർ ഉണ്ടാവും ടീച്ചേഴ്സിന്, മാനേജ്മെന്റിന്റെ പ്രഷർ ഉണ്ടാവും ടീച്ചേഴ്സിന്, പാരന്റ്സിന്റെ പ്രഷർ ഉണ്ടാവും ടീച്ചേഴ്സിന്. ഇതെല്ലാം ടീച്ചറിന്റെ തലയിലുണ്ടാവും. ഈ ടീച്ചർ ഇതെല്ലാം തലയിൽ വെച്ചിട്ടുള്ള ഈഗോ ആണ് പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈഗോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും അസൂയ മാത്രം, ഈഗോ എന്ന് അസൂയ ആയിട്ടില്ല കണക്കാക്കുന്നത്. ഈഗോ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ മറന്നുകൊണ്ട് നമ്മളിലേക്ക് വല്ലാണ്ട് സെൽഫിഷ് ആയിട്ട് വരുന്ന ചില സമയമൊക്കെ നമുക്ക് വരും. അപ്പൊ ടീച്ചേഴ്സ് നമുക്ക് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എങ്ങനെ പഠിക്കേണ്ടെന്നുള്ള ധാരണയൊന്നുമില്ല. മാക്സിമം സിലബസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക, എന്നെ ഏൽപ്പിച്ച പണി ഞാൻ മര്യാദയ്ക്ക് ചെയ്യുക, അവർ പഠിക്കണ്ടോ എന്നുള്ളത് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, അവർക്ക് വേണമെങ്കിൽ പഠിക്കാം, ഇങ്ങനെ പറയുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ പഠിച്ചിട്ട് ഒരു കുട്ടിയെങ്കിലും അവിടെ ഞാനൊരു സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് കേട്ടതാണ്, ഈ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് മാത്രം എന്താണ് ഇച്ചിരി ഡൗൺ ആണ്, ബാക്കിയുള്ള എല്ലാവരും ഉഷാറാണ്. ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ശരിയാക്കണം. അപ്പൊ ഈ ശരിയാക്കാൻ ഒരു ലാംഗ്വേജിൽ ഒരു വിഷയം ഇംഗ്ലീഷിലെങ്ങാനോ തോന്നുന്നുണ്ട് മാർക്ക് കുറവുണ്ട്, ബാക്കി എല്ലാ സബ്ജക്റ്റിലും ക്ലിയർ ആണ്. അപ്പൊ ഈ ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറിനോട് എല്ലാവരും ഭയങ്കര പ്രഷർ കൊടുക്കുന്നുണ്ട്. കാരണം 100% എന്ത് കിട്ടണം, വിജയം കിട്ടണം. ഈ ഒരു കുട്ടിയുടെ കേസിൽ ഇംഗ്ലീഷിൽ വിജയ സാധ്യത വളരെ കുറവാണ്. സോ അതിന് എക്സ്ട്രാ ഒരു അറ്റൻഷൻ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അത് അച്ചീവ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു പ്രഷർ ടീച്ചറിനുണ്ട്. ഈ ടീച്ചർ ഈ കുട്ടിയെ വല്ലാണ്ട് പ്രഷർ ചെയ്യാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യാൻ തുടങ്ങി. പ്രഷർ ചെയ്തുകൊണ്ട് തന്നെ മര്യാദക്ക് ചിലപ്പോൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിക്ക് വല്ലാണ്ട് പ്രഷർ തുടങ്ങിയതിനു ശേഷം ഈ കുട്ടി സ്കൂളിൽ വരെ പോവാതായി. എക്സാമിന് അടുപ്പിച്ച് മാത്രം കുട്ടി പോവുള്ളൂ എന്നുള്ള തീരുമാനത്തിലെത്തി. ഈ കുട്ടി പിന്നെ എക്സാമിൽ ഫെയിലായി. ആ സ്കൂളിന് ഭയങ്കര നാണക്കേടായും ചെയ്തു. അപ്പൊ ഇവിടെ ഈ ഒരു സീരീസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ഭാഗത്ത് മാത്രമുള്ള പ്രഷർ അല്ല, മാനേജ്മെന്റ്, പ്രിൻസിപ്പലിന്റെ പ്രഷർ ടീച്ചറിന്, പാരന്റ്സിന്റെ പ്രഷർ ടീച്ചറിന്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആ സബ്ജക്റ്റിൽ മാത്രമാണ് കുറവ്, ആ ടീച്ചർ എന്ത് ചെയ്തു, കൂടുതലായി പ്രഷർ ആയി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും കുട്ടി പാസ്സായേ തീരും. അത് അവരൊക്കെ നമ്മൾ ടീച്ചേഴ്സ് നിലവിളിക്കുക. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഗൈഡാണ്. ഒരു കുട്ടി തോൽക്കുക എന്ന് പറയുന്ന ഒരു വേർഡിനെ കുട്ടിക്ക് പേടി ഉണ്ടാവാൻ പാടില്ല, കുട്ടി അതിനെപ്പറ്റി ബോധേഡാവാൻ പാടില്ല. കാരണം പേടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, നമുക്ക് ഫെയിൽ ആവുക എന്നുള്ളത് ഒരു വിഷയേ ഇല്ല, വിജയം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അപ്പൊ വിജയത്തിലോട്ട് നമ്മൾ എത്തിക്കാൻ ആ കുട്ടിയിലെ എത്രത്തോളം പ്രോസസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ കുട്ടിയെ നല്ല ഒരു വെളിച്ചം കൊടുത്തുകൊണ്ട് അങ്ങോട്ട് എത്തിക്കുക, ആ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഗൈഡ് ആവുക എന്ന് പറയാം. അപ്പൊ ആസ് എ ടീച്ചർ ഗൈഡാണ്, ആസ് എ മദർ ഗൈഡാണ്, ആസ് എ ഫാദർ ഗൈഡാണ്. അതുകൊണ്ടാണ് മാതാ, പിതാ, ഗുരു, ദൈവം, ഈ ദൈവത്തിനെയാണ് നമ്മൾ പൊതുവെ ഗൈഡായിട്ട് കാണുന്നത്. ഗൈഡൻസ് ആണല്ലോ നമുക്ക് ദൈവം തന്നിട്ടുള്ളത്, എങ്ങനെ മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കണം, നല്ലതൊക്കെ ചെയ്ത് ജീവിക്കണം. അപ്പൊ ഇത് ദൈവത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗൈഡൻസ് ആയിട്ട്. പക്ഷെ അതുപോലെ തന്നെയാണ് മാതാ, പിതാ, ഗുരു. കാരണം ഇവര് 3 പേരും ഗൈഡുകളാണ്. അവർക്ക് വെളിച്ചം, നമുക്കൊരു അവരുടെ വെളിച്ചത്തെ പ്രകാശമാക്കി കാണിച്ചു തരാനേ അവർക്ക് വകുപ്പുള്ളൂ. അത് മാത്രമേ അവർ ചെയ്യാൻ പാടുള്ളൂ. അതിനപ്പുറത്തോട്ട് ഞാൻ തന്ന പ്രകാശമാണ് നിന്റെ പ്രകാശം, അതിലൂടെ തന്നെ നീ നടക്കാൻ പാടുള്ളൂ, ഈ പ്രകാശമാണ് ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ളത്, ഇവിടെ വേറൊരു പ്രകാശത്തെ നീ കൊണ്ടുവരാൻ പാടില്ല. ഇവിടെ നമ്മുടെ ഈ ഒരു സിസ്റ്റം എന്റെ കോൺഷ്യസ്നസ്സുമായി ബന്ധപ്പെട്ട് മാത്രം പോകണം, എന്റെ തീരുമാനം നിന്നിലൂടെ ഇവിടെ നടന്നിരിക്കണം, പറയാണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. അപ്പൊ ഇത് രണ്ടും കുട്ടിയിലേക്ക് നല്ല രീതിയിൽ തന്നെ പ്രഷറൈസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു മൂന്നാമത്തെ ഒരു കാര്യം, കുട്ടികളിലേക്ക് ഇത് രണ്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, ഇത് രണ്ടും അവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും കുട്ടികളിലേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സെൽഫ് അവെയർഡ് ആയ കുട്ടികളാവുക എന്നുള്ളത്. ഇപ്പൊ ചെറുപ്പകാലത്തിൽ ഇപ്പൊ ഇച്ചിരി പ്രായമായുള്ള ആളുകൾക്ക് ഇവിടെ ഉണ്ടാവും. അപ്പൊ എന്നെക്കാളും പ്രായം, എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അപ്പൊ എന്റെ ചെറുപ്പകാലത്തും എനിക്കൊരു പരിധി വരെ എന്തുണ്ട്, ഓരോ കാര്യം രാവിലെ എണീക്കുമ്പോൾ സ്കൂളിൽ പോകണം എന്നുള്ളതും ബാഗിൽ ബുക്കുകൾ എടുത്തു വെക്കണം, അതൊക്കെ എന്നൊക്കെ ഉമ്മമാരോ അച്ഛനമ്മമാരൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്. പല ആളുകൾക്കും പല കുട്ടികളും നോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുറേ സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിച്ച സമയത്ത് പാരന്റ്സ് തന്നെയാണ് ഇപ്പോഴും ബുക്കുകളൊക്കെ എടുത്തു കൊടുക്കുന്നത്, ഇച്ചിരി പ്രായമായ കുട്ടികൾക്ക് വരെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ മറന്നു പോവാണ്, കുട്ടികൾക്ക് ഞാൻ കൊടുക്കാൻ സ്പൂൺ ഫീഡിങ് ഒന്നും വീട്ടിൽ നിന്ന് ഇതുവരെ നിർത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കുറെ ആളുകൾ നോക്കുകയാണെങ്കിൽ, വളരെ ചെറിയ പ്രായമായ ആളുകൾ നോക്കുകയാണെങ്കിൽ
അവരുടെയൊക്കെ വേറെ അച്ഛനമ്മമാർക്ക് ഇതിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇതിങ്ങനെ ഓരോ നോക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. അപ്പൊ സ്വന്തം കോൺഷ്യസ് ഉണ്ട്, സ്കൂളിൽ 8 മണിക്ക് പോകണം, അതിനു മുമ്പ് ഈ ബുക്കുകളൊക്കെ എടുത്തു വെക്കണം, ഇത് ചെയ്യണം അത് ചെയ്യണം എന്നുള്ളൊരു ബോധ്യം ആ കുട്ടിയിൽ ഉണ്ടായിരുന്നു. അത് ഇന്ന് തീരെ കുറവാണെന്ന് തന്നെ പറയണം. കാരണം സെൽഫ് അവെയർഡ് ആയിട്ടുകൊണ്ട് കുട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികൾ സെൽഫിനെ, കാരണം ഭയങ്കരമായ ലോൺലിനെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതൊക്കെ കുട്ടികളുടെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കുട്ടി ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ കുട്ടികൾക്ക് സെൽഫിനെ കുറിച്ച് ഒരു ധാരണയില്ല. സെൽഫ് ലേണിംഗ് എന്ന് പറയുന്ന സിസ്റ്റേ കുട്ടികൾക്കില്ല, എക്സ്പ്ലോർ കിട്ടിയിട്ടില്ല. നമ്മൾ പറയും നാച്ചുറലായിട്ട് വരെ എക്സ്പ്ലോർ നമുക്കുണ്ട് ചെറുപ്പത്തിൽ, ചെറിയ കുട്ടികളാവുന്ന സമയത്ത് മണ്ണിലും പുല്ലിലും ചെളിയിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതിലൂടെ ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അറിവുകൾ ശേഖരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഡിഫൻസ് സിസ്റ്റത്തെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ പേടികളെ നല്ല രീതിയിൽ കോൺഷ്യസ്നെസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്തിനെ പേടിക്കണം, എന്തിനെ പേടിക്കരുത് എന്നിവരെ നമ്മൾ ഈ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്ന അറിയാം, കൂടുതൽ അറിവുകൾ കിട്ടുന്നത്. അപ്പൊ മാക്സിമം അറിവുകൾ ശേഖരിക്കുക എന്നുള്ളത് കുട്ടികളെ ചെറുപ്പകാലത്ത് കിട്ടേണ്ട ഒരു കാര്യമാണ്. അവിടെയും പാരന്റ്സ് ആണ് നല്ല രീതിയിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, റെസ്ട്രിക്ട് ചെയ്യുന്നത്. ഇനി പാരന്റ്സ് റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല, പാരന്റ്സിന് കൊടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ കുട്ടികൾക്ക് ഈ മണ്ണും ചെടിയും പുല്ലൊന്നും ഇല്ല. കാരണം എവിടെയെങ്കിലും ഈ പറയുന്ന ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും ആയിരിക്കും ഒരു താമസം, പുറത്തോട്ട് വിടാൻ പേടിയാണ്. കാരണം ഇന്നത്തെ ഒരുപാട് വാർത്തകൾ കേൾക്കല്ലേ, ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ആണ്. അപ്പൊ കുട്ടികളുടെ കൂടെ ഇരുന്ന് കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനോ അതിന് എനിക്ക് സമയമില്ല താനും. ഇതെല്ലാം കണക്ക് കൂട്ടി വരുമ്പോ ഇവിടെ ഒന്ന് റിലേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ കുട്ടികൾ സെൽഫ് അവെയർഡ് ആവണമെങ്കിൽ അവിടെ പാരന്റ്സ് തീരുമാനിക്കണം. പാരന്റ്സിനാണ് ഫസ്റ്റ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പാരന്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് സെക്ടറിൽ നിൽക്കുന്നത്. അവരിലൂടെ മാത്രമേ കുട്ടികൾക്ക് സെൽഫ് അവെയർനെസ് കിട്ടൂ, കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. ഒരു തീനെ കണ്ടാലും പാമ്പിനെ കണ്ടാലും ഒരു പൂച്ചനെ കണ്ടാലും ഇതെല്ലാം കുട്ടികൾ ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അത് അവരെ പഠിപ്പിക്കാനും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകുപ്പുകൾ ഉണ്ടാവണം. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പകാലത്തിൽ മുമ്പ് പണ്ട് കാലത്ത് ഇതൊന്നും ഇത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റാനുള്ള ഏറ്റവും വലിയ റീസൺ എനിക്ക് തോന്നുന്നത്, എന്റെ തോന്നൽ മാത്രമല്ല, അതിന്റെ റീസെന്റ് സ്റ്റഡീസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഫോണിനൊക്കെ കുറെ നമ്മൾ ചീത്ത വിളിക്കേണ്ടി വരും. കാരണം നമ്മൾ ഈ ഒരു കുട്ടികളിലേക്ക് നമ്മൾ കിട്ടിയിട്ടുള്ള മൊബൈൽ ഫോണിലൂടെയുള്ള എക്സ്പ്ലോർ കിട്ടിയതോടെ അവരുടെ ലൈഫിൽ ആ ചെറുപ്പത്തിനെ കൂടുതൽ കാണാൻ പറ്റുന്ന, ഒരു 3 വയസ്സിലോ 5 വയസ്സിലോ അവർക്ക് കിട്ടേണ്ട പ്രധാനപ്പെട്ട പല എക്സ്പ്ലോറിങ്ങും ഒഴിവാക്കിയിട്ട് അതിന്റെ മേലേക്കുള്ള പല കാര്യങ്ങളുമാണ് അവർ അറിവ് തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ബേസിക് ആയിട്ടുള്ള തറ എന്ന് നമ്മൾ പറയാറുണ്ട്, ബേസ്, ആ ബേസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ മേലോട്ടുള്ള പല അഭിപ്രായങ്ങളും പല അനുഭവങ്ങളും പല പാട്ടുകള്, പല സിനിമകള്, പല റീലുകള്, പല ഫാമിലിനെ പറ്റിയിട്ടുള്ളത്, കുട്ടികളെ പറ്റിയിട്ടുള്ള, വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടുള്ള പല അറിവുകളും ഉണ്ടാവും. രാഷ്ട്രീയത്തിനെ പറ്റി ഒരു അറിവുകൾ ഉണ്ടാവും, ബേസ്മെന്റ് ഉണ്ടാവില്ല. ഞാൻ എന്താണ് എന്ന് പറയുന്ന, ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരറിവ് കുട്ടികൾക്ക് എന്തില്ല, പല രീതിയിലും ഇന്ന് കിട്ടുന്നു. അപ്പൊ സെൽഫ് അവെയർഡ് ആവാൻ, സെൽഫ് ലേൺ ചെയ്യാൻ, ഞാൻ എന്താണ്, ഞാൻ എന്തിനാ പഠിക്കുന്നത്, ഞാൻ എങ്ങനെയാ പഠിക്കേണ്ടത്, വീട്ടുകാർ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യേണ്ടത്, ഒരു റിലേഷൻഷിപ്പ് ബന്ധങ്ങളുടെ വാല്യൂസ് എന്തൊക്കെയാണ്, ടീച്ചേഴ്സിനോട് ഞാൻ ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത്, സ്കൂളിൽ ഞാൻ എങ്ങനെയായിരിക്കണം ഞാൻ ബിഹേവിയർ ചേഞ്ച് ചെയ്യേണ്ടത്, വീട്ടിലെ ബിഹേവിയറിനെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഇതിനെക്കുറിച്ച് ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുത്തി ക്ലാസ് എടുത്ത് കൊടുക്കാനോ അത് എക്സ്പീരിയൻസ് ചെയ്യാനോ വീട്ടുകാർക്ക് സമയമില്ല. എന്നാൽ ഇതെല്ലാത്തിനപ്പുറത്തോട്ടേക്ക് അക്കാഡമിക് പ്രഷർ കൊടുക്കാൻ എല്ലാവരും ഒരുപോലെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബേസ്മെന്റ് ഇല്ലാതെ അക്കാഡമിക് പ്രഷർ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം 4 വഴിയിലൂടെയാണ് നമുക്ക് ലേണിങ്സ് കിട്ടുന്നത്. അതിലൊന്നാണ് അക്കാഡമിക് ലേണിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയ ലേണിംഗ് ആണ് നാച്ചുറൽ ലേണിംഗ്, അല്ലെങ്കിൽ നാച്ചുർ എന്നുള്ള ലേണിംഗ്, പ്രകൃതി എന്നുള്ള പഠനങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് സോഷ്യൽ ലേണിംഗ്, സമൂഹത്തിൽ നിന്നുള്ള പഠനങ്ങൾ. ഇത് 3 ഉണ്ടാവണമെങ്കിൽ 4ാമത്തെ ഒരാൾ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം, അതാണ് സെൽഫ് ലേണിംഗ്. അപ്പൊ നമുക്ക് നമ്മളെ പറ്റി നന്നായിട്ട് പഠിക്കാൻ പറ്റിയാലേ ഈ പറയുന്ന ബാക്കി 3 അലൈൻ ചെയ്ത് എനിക്ക് നല്ലൊരു മനുഷ്യനായിട്ട് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു മനുഷ്യനാവുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ എല്ലാ ഇമോഷൻസിനെയും ബാലൻസ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ ഈ ബേസ്മെന്റ് ഇല്ല, അവർക്ക് സെൽഫ് എക്സ്പ്ലോറിങ് കിട്ടാത്തതുകൊണ്ടും പാരന്റ്സ് റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന മൊബൈലിന്റെ അഡിക്ഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും
എക്സ്പ്ലോർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലാറ്റിലായിരിക്കും താമസം ഉണ്ടാവുക, സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തേണ്ടി വരും, അവിടെ നോക്കാൻ വേറെ ആൾ ഇരിക്കുന്നുണ്ടോ, അച്ഛനും അമ്മയും ചിലപ്പോൾ ജോലി കഴിഞ്ഞ് രാത്രി ആയിരിക്കും എത്തുന്നുണ്ടാവുക. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഉള്ള സ്പേസ് ഇല്ല, പിന്നെ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആവുക എന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ ആ കുട്ടിയുടെ തെറ്റല്ല. അപ്പൊ കുട്ടിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതാണ്, കുട്ടിക്ക് തനിച്ചിറങ്ങിയിട്ട് പുറത്തു പോയി ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ഇത് ഇല്ലാത്തതിനെ കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ നടക്കുന്നതുകൊണ്ടാണ് കുട്ടികളിലേക്ക് അക്കാഡമിക് പ്രഷർ മാത്രമാണ് വാല്യുബിൾ എന്ന് വിചാരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള, നഷ്ടപ്പെട്ടതല്ല, അവർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ. അവർക്ക് ഞാൻ ആരാണ്, സോഷ്യൽ മീഡിയയിലൂടെ അവർ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, അവർ കാണുന്ന കുട്ടികളിലൂടെ അവർ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. 2ാം ക്ലാസ്സിൽ ഒരു സ്കൂളിൽ പോയി സംസാരിച്ച സമയത്ത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം വീട്ടിലുള്ള ആളുകളോട് സംസാരിക്കാൻ വയ്യ. ഈ കുട്ടി സ്വന്തം ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂട്ടിയിട്ട് നമ്പറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ കുട്ടി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇവർ ഭയങ്കര സംസാരമാണ്. വൈകുന്നേരം 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവർ ഗ്രൂപ്പ് ഓപ്പൺ ആക്കി എല്ലാവരും ഭയങ്കര സംസാരമാണ്. ചില കുട്ടികളൊക്കെ വീഡിയോ കോളിങ്ങിലാണ്. ഇത് പാരന്റ്സ് സ്കൂളിൽ അറിയിക്കുകയാണ്, ഇങ്ങനെ എന്റെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് അങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ വിളിച്ച് വരുത്തി പ്രിൻസിപ്പൾ സംസാരിച്ചപ്പോൾ ഇവർക്ക് ആർക്കും വീട്ടിൽ ഇത് തുടങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരാളാണ് തുടങ്ങിയിട്ടുള്ളത്, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലാരും സംസാരിക്കാനില്ല. അപ്പൊ വീട്ടിലാരും സംസാരിക്കാനില്ലാണ്ടായപ്പോ പിന്നെ സംഭവിച്ചെന്താ, ഈ കുട്ടി സെൽഫിൽ സംസാരിക്കാനുള്ള ആൾക്കാരെ തപ്പി. അപ്പൊ ഇന്നിപ്പോ നമ്മൾ വാട്സപ്പ് ഒക്കെ കിട്ടുമ്പോൾ പിന്നെ വേറെ ആളെ തപ്പേണ്ട ആവശ്യമില്ല, കൂടെ പഠിക്കുന്നവരൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് അവരോട് സംസാരം തുടങ്ങി. അപ്പൊ ഇത് ഭയങ്കര ഈസിയാണ് ഇപ്പോ, കാരണം ഇവര് എക്സ്പ്ലോറിംഗ് എന്നാണ്. പണ്ട് എന്താണ് ഒരു ചെറുപ്പകാലത്ത് ഇവിടെ ഇച്ചിരി പ്രായമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമായിരിക്കും, അവർക്കൊക്കെ അവരെ ചെറുപ്പകാലത്ത് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി അത് ഈസി അല്ല. ഓരോന്നിലും കുറച്ച് കഷ്ടപ്പാട്, സ്ട്രഗിളിങ് ഉണ്ടാവും എക്സ്പ്ലോർ ചെയ്യാൻ. നടന്നു പോകുന്നിടത്ത്, ബസ്സിൽ പോകുന്നിടത്ത്, കടയിൽ പോയി സാധനം വാങ്ങുന്നതിന്, അടുത്ത വീടുകളിൽ പോകുന്നത്, കൂട്ടുകാരൊപ്പം പുറത്തു പോയി കളിക്കുന്നത്, എല്ലായിടത്തും കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും. കാരണം നമ്മളുടേതായ ബ്രെയിനിന്റെ റെസിസ്റ്റൻസ് ഒക്കെ മനസ്സിലാക്കി അതിനൊക്കെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലൊക്കെ ഭയങ്കര സന്തോഷം കണ്ടെത്തുകയും അതിലൊക്കെ ഒരുപാട് പഠിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. കാരണം ഈ ഫോണിൽ നമ്മൾ കാണുന്ന ഓരോ അറിവുകൾ നമ്മൾ മുമ്പിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരേ ആളുകള്, പല ജീവിതങ്ങൾ, പല കഥകൾ, പല ടോയ്സിന്റെ കഥകൾ, പല 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 പരിപാടികൾ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരൊറ്റ സമയം കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എക്സ്പ്ലോറിങ് ഭയങ്കര ഈസി ആയപ്പോ ഇവർക്ക് അത് മതി. കാരണം വേറെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമില്ല. ഈ കുട്ടികൾ വല്ലാണ്ട് പുറത്തു പോകുന്നില്ല, ഇവർ ഐസൊലേറ്റ് ചെയ്ത് തുടങ്ങുന്നു, ഇവർ ലോൺലിനെസ്സിലോട്ട് എത്തുന്നു. കാരണം ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചോളം നമുക്കറിയാം, കുട്ടികൾക്ക് വേണ്ടത് എക്സ്പ്ലോറിംഗ് ആണ്, കുട്ടികൾക്ക് വേണ്ടത് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്, കുട്ടികൾക്ക് വേണ്ടത് എനർജി ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. ഇവരെ എനർജി ഇവർക്ക് ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനർജി ഇങ്ങനെ ഭയങ്കര എനർജിയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഭയങ്കര എനർജി ആയിരിക്കും. അതാണ് കുട്ടികൾ ഇങ്ങനെ തുള്ളിച്ചാടി നടന്നുകൊണ്ടേയിരിക്കുന്നത്. അവർക്ക് ഭയങ്കര എനർജിയാണ്, നമ്മളെ പോലെ അല്ല. അവർക്ക് ആ എനർജി എങ്ങനെയെങ്കിലും ലിബറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ വീണ്ടും വീണ്ടും എനർജി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവർക്ക് ഈ എനർജി ലിബറേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ ഇവരിങ്ങനെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നതോടെ ഇവർ ഒറ്റപ്പെട്ട ഫീൽ വരും. കാരണം ഇവർ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടതിന് പാരന്റ്സിന്റെ റീസൺ ഉണ്ടാവും, ഫാമിലി വേറെ ഒരു ബന്ധങ്ങളൊന്നുമില്ല, കുട്ടിക്ക് വേറെ ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല, ഫോണിലൂടെ അഡിക്ഷൻ വരും, മെല്ലെ മെല്ലെ കുട്ടികൾ ഐസൊലേറ്റ് ചെയ്ത് പെട്ടുപോകും. അപ്പോൾ ഈ പറയുന്നതിലൂടെ തന്നെ അവിടെ നമ്മൾ ഐഡന്റിറ്റി കൺഫ്യൂഷൻ വരുന്നുണ്ട്. രണ്ടാമത്തത് ലോവേർഡ് ആയിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീം, അവർക്ക് അവരെ പറ്റിയുള്ള ധാരണകളും അവരുടേതായ ഒരു ഇഷ്ടങ്ങളെ പറ്റിയുള്ള ധാരണകളും ഞാൻ എന്താണെന്നുള്ള പറ്റിയുള്ള ധാരണകളും ഒക്കെ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് അതിലൊന്നും വലിയ ധാരണകളില്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഫെയിലിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ചെറിയ ചെറിയ ഫെയിലിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാവുന്നതോടെ അക്കാഡമിക് പ്രഷർ വല്ലാണ്ട് ഒരു സൈഡിൽ നിന്ന് കൊടുക്കുമ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റിസൾട്ട് കിട്ടണം തന്നെയാണ്. പക്ഷെ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റിസൾട്ട് കിട്ടണം എന്നാണെങ്കിൽ ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം കുട്ടി മാക്സിമം നല്ല രീതിയിൽ ഗൈഡ് ചെയ്യപ്പെടണം എന്നുള്ളത് മാത്രമാണ്. ടീച്ചേഴ്സിന് കാരണം കുട്ടികൾ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഗൈഡൻസിന് ക്ഷമ നന്നായിട്ട് വേണം. ഗൈഡ് ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം. സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ക്ഷമ വേണ്ട, ഗൈഡ് ചെയ്യണമെങ്കിൽ ക്ഷമ വേണം. അപ്പൊ ക്ഷമിച്ചുകൊണ്ട് ഗൈഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ടീച്ചേഴ്സിന് ഇതിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിൽ അവയർനെസ് കിട്ടണം. അവരുടേതായ മദർ കോൺഷ്യസ്നെസ്സും ടീച്ചർ കോൺഷ്യസ്നെസ്സും ഫാദർ കോൺഷ്യസ്നെസ്സും ഒക്കെ ഒഴിവാക്കിയിട്ട് ആ കുട്ടിയുടെ ചൈൽഡ് കോൺഷ്യസ്നെസ്സിലോട്ട് നമ്മൾ മാറണം. ആ കുട്ടിക്ക് വാല്യുബിൾ ആയിട്ട് തോന്നുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ കുട്ടിയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടായിരിക്കണം കുട്ടിയെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഈ രീതിയിലൊന്നും ചെയ്യാത്തതിന്റെ എല്ലാ ലക്ഷണങ്ങളുമാണ്
കുട്ടികളിൽ ഒറ്റപ്പെടലുകൾ വരുന്നത്, ലോൺലിനെസ് വരുന്നത്. ഈ ലോൺലിനെസ് ആണ് കുട്ടികളിൽ എന്ത് ഉണ്ടാക്കുന്നത്? സൂയിസൈഡൽ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ 3 ഭാഗത്തും നമ്മൾ അലൈൻഡ് ആയിരിക്കണം. കുട്ടിയുടെ ഭാഗത്തുള്ള കുട്ടിയുടെ സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യാനുള്ള പാരന്റ്സിന്റെ ഹെൽപ്പും വേണ്ടി വരും. അതുപോലെ ടീച്ചേഴ്സിന്റെ ഹെൽപ്പും വേണം. അങ്ങനെയാണ് ടീച്ചേഴ്സും പാരന്റ്സും ഗൈഡായി മാറുന്നത്, ദൈവതുല്യമായി മാറുന്നത്. അപ്പൊ ഈ ഡിവൈൻ സിസ്റ്റമാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി ആയിട്ടുള്ള ആവശ്യമാണ്. ഞാൻ പറയും ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എല്ലാം ഒരു ഗണക്ക് പ്രൈമറി ആയിട്ട് വരുന്ന ഗണത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തിനെ നമുക്ക് ദൈവതുല്യമായിട്ട് തന്നെ നമ്മൾ കാണാം. അതുകൊണ്ട് ഗുരു എന്താണ്, മാതാപിതാ ഗുരു ദൈവം എന്ന് തന്നെ പറയാൻ കാരണം എല്ലാവരും ഗൈഡ് ആയതുകൊണ്ടാണ്. അപ്പൊ ആ ഗൈഡൻസ് ആണ് കുട്ടികളിലേക്ക് കൊടുക്കേണ്ടത്. അതിനപ്പുറത്തോട്ട് എത്രത്തോളം നമ്മൾ അതിനെ സ്ട്രക്ചർ ചെയ്തിട്ട് അത് എന്റെ കുട്ടി ഇങ്ങനെ പഠിച്ചേ തീരൂ, എന്റെ കുട്ടി ഇങ്ങനെ ആയേ തീരൂ എന്ന് പറയുന്നിടത്ത് ഒരിക്കലും നടക്കില്ല. അപ്പോൾ അവിടെ നമുക്ക് ആ കുട്ടി അവിടേക്ക് ഈ പറയുന്ന ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻസ് ഒക്കെ പറയുമ്പോഴേക്കും മാതാപിതാക്കൾക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം കുട്ടി ഫോൺ നോക്കുമ്പോഴേക്കും നമുക്ക് അയ്യോ ഇനി കുട്ടിക്ക് ബോധം ഉണ്ടാവില്ലേ, വിവരം ഉണ്ടാവില്ലേ, എല്ലാം തെറ്റിപ്പോവോ, ഈ സമയം നഷ്ടമായല്ലോ, പഠിക്കുന്നില്ലല്ലോ. ഇവിടെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോണിലൂടെ നോക്കുന്നതുകൊണ്ട് ഇതാണ് മാതാപിതാക്കളുടെ ടെൻഷൻ എന്താ പറയുക, അക്കാഡമിക് സിസ്റ്റം നഷ്ടമാവോ എന്നുള്ളതാണ്. അക്കാഡമിക് സ്റ്റൈലിൽ കുട്ടി പോകുന്ന സമയത്ത് കുട്ടിക്ക് ഇന്റലിജൻസ് കുറയും, ഫോൺ കുറെ നോക്കിയാൽ. അതൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഈ ഫോൺ കുറെ നോക്കുക എന്നുള്ളതിലല്ല കാര്യം. അതിനപ്പുറത്തോടെ കുട്ടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാതെ കുട്ടി ഫോൺ നോക്കുന്നതിൽ എന്ത് ടെൻഷൻ പ്രകടിപ്പിച്ചിട്ടെന്താ കാര്യം? കുട്ടിക്ക് പിന്നെ ഫോൺ നോക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അത് നമ്മൾ മനസ്സിലായി. ആ ചൈൽഡ് കോൺഷ്യസ്നസ് അതേ ഉള്ളൂ. കുട്ടി നിസ്സഹായാവസ്ഥയിലേക്ക് കിടക്കുന്നത്. കുട്ടിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കുട്ടി ഫോൺ നോക്കാണ്ട് സോഫയിൽ വെറുതെ ഇങ്ങനെ ഇരിക്കണോ? എത്ര നേരം ഇരിക്കും? നമ്മൾ ഇരിക്കുന്ന പോലെ കുട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല. കുട്ടിക്ക് എനർജി ലിബറേറ്റ് ചെയ്യണം. ലിബറേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഫോൺ കണ്ടോണ്ടെങ്കിലും ഇരിക്കണം. അപ്പൊ ബ്രെയിനിന് കുറെ പണി വരും. അങ്ങനെയെങ്കിലും ഇത് ലിബറേറ്റ് ചെയ്ത് കുട്ടിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നമ്മളെ പോലെ ചുമ്മാ ഇരിക്കാൻ കുട്ടികൾക്ക് പറ്റില്ല. അപ്പൊ ഈ ഒരു പരിപാടിക്ക് മാറ്റി നിർത്തണമെങ്കിൽ കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലാന്നല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഇതിനില്ല. കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലണം, സംസാരിക്കണം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ് നമ്മുടെ കുട്ടികൾ. സ്വന്തം മാതാപിതാക്കൾ കുട്ടികൾക്ക് സംസാരിക്കാൻ പേടിയാവുക എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് ആയിട്ട് കൊണ്ടു നടക്കരുത്. എന്റെ കുട്ടികൾക്ക് എന്നെ കാണുന്നതേ പേടിയാണ്, അതൊന്നും പ്രിവിലേജ് ആയി കൊണ്ടു നടക്കരുത്. അതൊക്കെ ഭയങ്കര പ്രശ്നമാണെന്നുള്ള ധാരണയ്ക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. കാരണം സ്വന്തം കുട്ടികൾ നമുക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കണം, അവർക്ക് വേണ്ടതെല്ലാം കേൾക്കണം, അതിന് കൃത്യമായ ഗൈഡൻസ് കൊടുത്തിരിക്കണം. ഇതിന് സമയം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് ലൈഫായിട്ട് തന്നെ കണക്കാക്കണം. അതുകൊണ്ട് ഒരു സക്സസ് ഇല്ല എന്ന് തന്നെ കണക്കാക്കണം. കാരണം ഈ കുട്ടികൾ കാരണം നാളെ നമുക്ക് വലിയൊരു ഒരു സ്ട്രെസ്സാണ് വരാൻ പോണത്. അപ്പൊ ഇന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സക്സസ് കിട്ടി എന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രൗഡിൽ ജീവിക്കുമ്പോൾ കുട്ടികളുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു എന്താ പറയാ, ആൾട്ടർനേറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ പാടില്ല. അവർക്ക് അവരുടേതായ ലൈഫ് ഉണ്ട്. അവർക്ക് അവരുടേതായ ലൈഫ് നിയന്ത്രിക്കാനും അവർക്ക് അവരുടേതായ ലൈഫിനെ സെറ്റ് ചെയ്യാനും അവരെ പഠിപ്പിക്കുക, അതിന് പഠിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ള ഒരു അവയർനെസ് പാരന്റ്സ് ഏറ്റെടുത്തേ പറ്റൂ. അതിൽ യാതൊരു തരത്തിലും നമുക്ക് കോംപ്രമൈസ് ഇല്ല. അവിടുന്നാണ് ഇത് മാറ്റങ്ങൾ വരുന്നത്. അവിടുന്ന് മാത്രമേ ഇവിടെ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. അതിലൂടെ ടീച്ചേഴ്സിന്റെ പലതരത്തിൽ ഈഗോസിനെ നമ്മൾ കൃത്യമായി കൺവിൻസ് ചെയ്ത് കൊടുക്കണം. പഠിപ്പിക്കുന്നവർക്ക് സ്കൂളിലെത്തുക, അക്കാഡമിക് ലെവൽസ് കൊടുക്കുക. അക്കാഡമിക് ലെവൽസ് എന്ന് ഒരു 10%, നമ്മുടെ ജീവിതത്തിന്റെ 10% ഭാഗം മാത്രമാണ് അക്കാഡമിക് ലെവൽസ് വരുന്നത്. ബാക്കി നമ്മൾ ബിഹേവിയർ ലെവൽസ് തന്നെ തരുന്നത്. ബിഹേവിയർ ലെവൽസ് എന്ത് മാറ്റമാണ് ഒരു സ്കൂൾ കൊണ്ടുവരുന്നത്? ഏത് രീതിയിലാണ്? മോട്ടിവേഷൻസ് അങ്ങനെ കൊടുക്കും ചിലപ്പോൾ ചില സ്കൂളുകളൊക്കെ. അതൊന്നും കാര്യമില്ല. സെൽഫ് ലേണിംഗ് കൊടുക്കണം കുട്ടികൾക്ക്. അവിടെ പഠിക്കാൻ അവിടെ വന്നു കഴിഞ്ഞാൽ അവരിപ്പോ ഞാൻ ചില ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ എവിടെ പുറത്ത് ഏതോ ഒരു നാട്ടില് കുട്ടികൾക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് ഒരു അപ്ഗ്രഡേഷൻ കിട്ടണമെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയിട്ടാണ് കൊടുക്കുക, അല്ലാതെ അക്കാഡമിക് ലെവൽ നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. അവർക്ക് അവരുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ടോ, അവർക്ക് അവരുടെ ഡ്രസ്സ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടോ, ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുന്നുണ്ടോ, അവരുടെ സംസാരം ബിഹേവിയേഴ്സ് എങ്ങനെയൊക്കെയാണ്, ടീച്ചേഴ്സിനോടും മുതിർന്നവരോടുള്ള റെസ്പെക്ട് എങ്ങനെയാണ്, ഈ രീതിയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ഈ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്തിട്ടാണ് ഈ കുട്ടികളുടെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ ഇത് ഈ അടുത്തൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത്. അത് ഏത് നാട് നിൽക്കുന്നത്, ജപ്പാൻ, ചൈന അങ്ങനെയൊക്കെയുള്ള നാടുകളായിരിക്കും സാധ്യതകൾ കൂടുതൽ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ അത് തീരെ ഇല്ല. അപ്പൊ സ്കൂൾ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ എന്നാ പിന്നെ അത് അങ്ങനെ ആയിക്കോട്ടെ തീരുമാനിക്കുന്ന പാരന്റ്സ് ആണ് ഏറ്റവും വലിയ തോൽവികൾ. കാരണം സ്കൂൾ സിസ്റ്റത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നില്ലേ? വേണ്ട, അതോട് മാറ്റി നിർത്ത്. അക്കാഡമിക് കൊടുക്കട്ടെ, പോട്ടെ.
ആൾട്ടർനേറ്റീവ്സ് ഒക്കെ ഒരുപാടുണ്ട്. കുറച്ച് പൈസ ചെലവാക്കേണ്ടി വരും. അപ്പോൾ പൈസ നമുക്ക് ചെലവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് ഇത് കൊടുക്കാം. വീട്ടിൽ നിന്ന് ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. അവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാണ്ട് ആണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ കൊടുക്കാതെ, കൃത്യമായി പാർഷ്യാലിറ്റീസ് കൊടുക്കാതെ, അവർക്ക് നല്ല രീതിയിൽ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ സെൽഫ് പ്രിപ്പയർഡ് ആയ ഒരു ലൈഫ് സ്വീകരിക്കാൻ തക്ക രീതിയിലേക്ക് വീട്ടിൽ നിന്നുള്ള അവർക്ക് ഒരു കൃത്യമായ ഒരു ട്യൂഷൻ അവർക്ക് കിട്ടിയിരിക്കണം. ഇത് മാത്രമാണ് ഇതിന്റെ ഒരു സിസ്റ്റം. എന്നാൽ മാത്രമേ അവർക്ക് ഏത് പ്രശ്നത്തിനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആവുന്ന ഒരു സമയത്ത് ചില പാരന്റ്സ് തന്നെ എതിർത്ത് കഴിഞ്ഞാലും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയങ്ങൾ, അവർ ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ് അവർക്ക് കിട്ടി തുടങ്ങും. ടീച്ചേഴ്സിന് പ്രഷർ താങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ഈ സ്കൂൾ എനിക്ക് നല്ലതല്ല, ഞാൻ മാറണം. അല്ലാണ്ട് അവർ പോയിട്ട് ഞാൻ ലോൺലിനെസ് ആയി, എനിക്ക് ഇനി പറ്റൂല, പഠനം വളരെ കൂടുതലാണ്, ഞാൻ പോയി ആത്മഹത്യ ചെയ്യാൻ പോകണമെന്ന തോട്ട് അവർക്ക് വരൂല. കാരണം ഇത് അവരെ തെറ്റല്ല എന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ തെറ്റാണെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജീവിതത്തിന് മടുപ്പായി. അവർക്ക് അവരെന്നെ ഈ സ്കൂളിന് അധികപ്പറ്റാണ്, വീട്ടിൽ അധികപ്പറ്റാണ്, ഒരു ഗുണവും ഇല്ലാത്ത ഒരാളാണ്, ഒരു കഴിവില്ലാത്ത ഒരാളാണ് എന്നുള്ള ധാരണയിൽ അവർ പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ആ ഒരു സാധനം സോൾവ് ചെയ്യണമെങ്കിൽ പാരന്റ്സിൽ കുട്ടികളിലേക്ക് കൊടുക്കേണ്ട ഗൈഡൻസ് പ്രോപ്പർ ആയിരിക്കണം. അതൊരു ബിഹേവിയറൽ ഒരു സിസ്റ്റത്തിലേക്ക് തന്നെ കൊണ്ടുവരണം. ഓർഗനൈസ് ചെയ്യേണ്ടത് വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യണം. അത് പാരന്റിങ്ങിൽ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഓരോ ട്രെയിനേഴ്സിനും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് സംസാരിക്കാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, സർ യെസ്, ഞാൻ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ചാറ്റിൽ കൊടുത്തിട്ടുണ്ട്, ലേഡീസ് പ്രോഗ്രാമിന്റെ. അതേപോലെ തന്നെ ഡോക്ടർ യൂനിസ് കുരിക്കൽ ടോക്സിന്റെ ഗ്രൂപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട്, നമ്മളെ ചർച്ചകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. സർ, എന്റെ പേര് ജിതിന. ഞാൻ സൈക്കോളജി കൗൺസിലർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സാറിന്റെ ടോക്സ് എല്ലാം കേട്ടു, വെരി നൈസ്, നന്നായിട്ടുണ്ട് സർ. പക്ഷെ എനിക്കിപ്പോഴും ഇപ്പൊ നമ്മളെ പോലെയുള്ള എല്ലാവർക്കും ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ആരും നമുക്ക് ഗൈഡ് ചെയ്യാനല്ലേ ആക്ച്വലി കഴിയുള്ളൂ. ഈ കുട്ടികൾക്ക് ഒരു സ്വഭാവം ഉണ്ട് ആക്ച്വലി. അതായത് നമ്മൾ എത്രത്തോളം അവർക്ക് കൊടുത്താൽ, ഐ മീൻ ഗൈഡ് ചെയ്ത് കൊടുത്താലും അവരും കൂടെ വിചാരിക്കണ്ടേ. ഐ മീൻ ആ ഒരു ലെവൽ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് എന്നും കൊടുത്തു, ഇപ്പൊ പാരന്റ്സ് ഒക്കെ വന്ന് കംപ്ലൈന്റ് പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആണ്. അതല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെല്ലാം അവർ തുറന്നു പറയുന്നുണ്ട്. പക്ഷെ ആളെന്നെ അങ്ങോട്ടൊന്ന് മാറിക്കഴിയണം. അതായത് പഠിത്തത്തിന്റെ കാര്യത്തിൽ ഒന്നുമല്ല. പക്ഷെ ചില കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ, ഇപ്പൊ ഒരു അഡോളസന്റ് ഏജിലുള്ള കുട്ടികളാണെങ്കിൽ മെയിൻലി, അതായത് അവരുടെ ആ ഒരു മുടി, ആൺകുട്ടികളാണെങ്കിൽ മുടി വളർത്തി നടക്കുക, അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പാരന്റ്സിന്, എസ്പെഷ്യലി അമ്മമാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. ആക്ച്വലി +1 +2 കുട്ടികളുടെ കേട്ടോ പറയുന്നത്. അപ്പോ അവര് പറയുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ എല്ലാവരും വളരെ അവെയർ ആണ്. പക്ഷെ ഈ കുട്ടികൾ ഒന്ന് വിചാരിക്കണല്ലോ, അതിനെന്താ ഞങ്ങൾ ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കുട്ടികളായിട്ട് സംസാരിച്ചു കഴിഞ്ഞാല് കുട്ടികൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മാം, അല്ലാതെ ഞങ്ങൾ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന പോലെ തോന്നും. അപ്പൊ ഞങ്ങളാണെങ്കിലും സെൽഫായിട്ട് അവരെന്താണ്, അതല്ലെങ്കിൽ ഒരു സെൽഫ് അവേക്കനിങ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അവർ ഉൾക്കൊള്ളുക 2 ദിവസവും 3 ദിവസവും. അതിന് കൂടുതൽ ഈ അഡോളസന്റ് ആയിട്ടുള്ള പിള്ളേരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റാറില്ല. അതിനെന്താണ് ഇവിടെ ഈ പറഞ്ഞ വിഷയത്തിൽ തന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്കാണ്. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്താണ്? ഈ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്ത് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ടീച്ചേഴ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? എന്ത് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് പാരന്റ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? അപ്പൊ ഇവിടെ എന്താണ് പല രീതിയിലുള്ള ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയേഴ്സ് ഉണ്ട്. കുട്ടികൾ എന്ത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. കുട്ടികൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. കുട്ടികളെ നല്ല രീതിയിൽ അഡ്വൈസസ് മാത്രം കൊടുത്ത് പ്രഷർ ചെയ്യാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല, ചെയ്യുന്നതാ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാണ്ട് പ്രഷറൊന്നും കൊടുക്കാതെ ദേഷ്യമൊന്നും കാണിക്കാതെ കൊണ്ടുപോകുന്നത് ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ആണ്. വാട്ട് എവർ, ഈ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഒന്നും ഗൈഡൻസുകളല്ല. ഗൈഡ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറയുന്ന ഒരു കമാൻഡിങ് വേണം. കമാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നമുക്ക് കുട്ടികളോട് കമാൻഡ് ചെയ്യാന്നുള്ളത് വളരെ റൂളിങ് ചെയ്യാന്നല്ലേ, റൂളിങ് കമാൻഡിങ് ഡിഫറെന്റ് ആണ്. നമ്മളൊരു കാര്യം കുട്ടിയിലേക്ക് കൊടുക്കുന്നത് ആ കുട്ടി അത് ചെയ്യണം എന്നുള്ള ബോധ്യത്തിലേക്ക് കുട്ടിയെ എത്തിക്കണമെങ്കിൽ ആദ്യം കുട്ടിയിലേക്ക് ഒരു ബോധ്യം വരണം എന്നുള്ളത്, കോൺഷ്യസ് ആവണം കുട്ടി. അപ്പൊ ആ കുട്ടിയിലേക്ക് കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ കുട്ടിക്ക് അയാളുടെ ലൈഫിലെ എന്ത് ഗോളാണ് അയാൾക്ക് അച്ചീവ് വേണ്ടത്, അത് ഓരോ പ്രായത്തിൽ ഓരോന്നായിരിക്കും. ഒരു 3 വയസ്സായ കുട്ടിയോട് പുറത്തു പോകുമ്പോൾ കുട്ടിയോട് ചോദിക്കുക, ഡിസിഷൻ ചോദിക്കുക എന്താ വേണ്ടത്. അപ്പൊ കുട്ടി പറയും എനിക്ക് ഒരു മിഠായി വേണം, ഓക്കെ ഞാൻ വാങ്ങിച്ചുതരാം എന്ന് പറയുന്നത് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ നമുക്ക് മിഠായി വേണ്ട, നമുക്കത് കേടല്ലേ, അത് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാകും കുട്ടിയെ പറ്റില്ല അത് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ എന്ന് ഞാൻ വാങ്ങിച്ചു തരാം, അതും ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. എന്നാൽ ഒരു കുട്ടി എന്നാണ് ഈ പറയുന്ന പോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും ഇത് സിസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആഴ്ചയിൽ ഒരു ദിവസമാണ്, അല്ലാത്തൊരു ദിവസം കുട്ടി എന്താണ് മിഠായി ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കില്ല. ഒരു 3 വയസ്സായ കുട്ടിയാന്ന് വെക്കാം, ഒരു തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ നമ്മൾ പുറത്തൊക്കെ പോകും, പക്ഷെ മിഠായി വാങ്ങി തരില്ല. ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുക. 7ാമത്തെ ദിവസം ഞായറാഴ്ച ആ ദിവസം മാത്രം ആ ചോദിക്കുന്ന സാധനം വാങ്ങിത്തരും. അതിനും ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് ഇത്രയും ദിവസങ്ങളിൽ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മോൻ കൃത്യമായിട്ട് ചെയ്യണം, ഇങ്ങനെ ചെയ്യുമ്പോൾ മോൻ ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ കിട്ടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു റിവാർഡായിട്ട് നമ്മൾ സൺഡേ ദിവസങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ ഗൈഡൻസ് വരുന്നുണ്ട്. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, ഗൈഡൻസ് വളരെ ഡിഫറെന്റ് ആണ്. ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഗൈഡ് ചെയ്യണം, അതായത് കുട്ടികൾക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബൗണ്ടറി ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പണിഷ്മെന്റ് വേണ്ടി വരും. നമുക്കൊരു സംഭവമുണ്ട്, പണിഷ്മെന്റ് ഇല്ലാത്തതാണ് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. പണിഷ്മെന്റ് ഇല്ലാത്ത ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമുക്ക് കാര്യമില്ല. പണിഷ്മെന്റ് എന്ന് പറയുന്നത് മെന്റലി ട്രോമ കൊടുക്കുന്ന പണിഷ്മെന്റ് കൊടുക്കരുതെന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്കൊക്കെ പറയുന്ന ആളുകൾക്ക് പല രീതിയിൽ ഞാൻ ഒരുപാട് പണിഷ്മെന്റ് കിട്ടിയുള്ള ഒരാളാണ്. അതിൽ ട്രോമ ഉള്ള പണിഷ്മെന്റ്സും ഉണ്ട്, ട്രോമ ഇല്ലാത്ത പണിഷ്മെന്റ്സും ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്നെ പഠിപ്പിച്ച ഒരു മാത്സ് ടീച്ചർ ഉണ്ട്. ഈ ടീച്ചർ, അത് ശിവൻ സാർ എന്നാ പേര്. ഈ ശിവൻ സാറ് എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലാണ് എന്നെ പഠിപ്പിക്കുന്നത്. സാറ് ശരിക്കും ഞങ്ങളോടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സാർ ഭയങ്കര തോളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ആള്. നമുക്ക് ആ ടൈമിൽ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണല്ലോ, കൂട്ടത്തിൽ ചേരുക, നമ്മൾ സംസാരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ക്ലാസ്സിൽ വന്നിരിക്കും, കൂട്ടത്തിലൊക്കെ ഭക്ഷണം കഴിക്കും, അങ്ങനെ ഭയങ്കര രസമാണ് നമ്മളോട്. പക്ഷെ ഈ സാറ് ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇയാളുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി മാറും. കാരണം മാത്സ് ടീച്ചറാണ്, നല്ല ക്ലാസ് ആണ്, അടിപൊളി ക്ലാസ്. നമുക്ക് അടിപൊളി ക്ലാസ് ആവാൻ കാരണം തന്നെ സാറിനോട് ഭയങ്കരമായി ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ ക്ലാസ് ഭയങ്കര ഒരു അടിപൊളി ക്ലാസ് ആയി മാറിയത്. അങ്ങനെ ഈ 10ാം ക്ലാസ് സമയത്ത് 9-10 ദിവസമൊക്കെ ഈ സാറാണ് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിന്റെ സമയത്ത് സാർ കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്യും, ഹോംവർക്കുകളൊക്കെ നന്നായിട്ട് തരും. ഇത് കൃത്യമായിട്ട് ചെയ്യാനുള്ള വകുപ്പുള്ള തന്നെ നമുക്ക് തരുള്ളൂ. അപ്പൊ വേറെ സബ്ജക്റ്റുകളൊന്നും ഹോംവർക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്ക്, എന്നിട്ട് അതൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് കുറച്ച് എക്സ്ട്രാ ആയിട്ട് തരാറുള്ളത്. എന്നാൽ വേറെ കുറെ നമുക്ക് ഹോംവർക്ക് ഉണ്ട്, എന്നാൽ ഇന്ന് വേണ്ട. അതൊക്കെ കൺസേൺ ഉണ്ട്, കുട്ടികൾ എങ്ങനെ അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ബോധ്യത്തിലാണ് സാറ് കാര്യങ്ങളൊക്കെ തരിക. അപ്പൊ ഇതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് നമുക്ക് തരുന്ന അവിടെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ. അതായത് ക്ലാസ്സിൽ ഈ പറയുന്ന മാത്സ് പീരിയഡ് അല്ലാത്ത എല്ലാ സമയത്തും ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഈ സമയത്ത് സാറെത്തുന്നതോടെ ഓട്ടോമാറ്റിക്കലി കുട്ടികളെല്ലാം സൈലന്റ് ആവും. കാരണം അത് സാറ് സിസ്റ്റം ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ എത്തുന്നതോടെ പിന്നെ കുട്ടികൾ ഡിസിപ്ലിൻഡ് ആയി. കാരണം ഡിസിപ്ലിൻ സാറോട് ചിലപ്പോൾ നേരത്തെ തോളത്ത് കൈയിട്ടിരുന്ന സാർ തന്നെ ആയിരിക്കും, പക്ഷെ ആ ടൈമിൽ സാറുടെ ആറ്റിറ്റ്യൂഡേ സാർ ഡിഫറെന്റ്, ഒരു ഫേസേ മാറ്റും. എന്നിട്ട് അവിടെ നിന്ന് കൃത്യമായ ഒരു കമാൻഡിങ് ആണ് സാർ തരിക. ഇതിങ്ങനെയാണ് സംഭവം, ഇതിങ്ങനെ കിട്ടിയിരിക്കണം, ഇതിങ്ങനെ ചെയ്തിരിക്കണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ പണിഷ്മെന്റ് സാർ തരും. ആ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അടിയായിരിക്കില്ല, സാറിന് ഒരു നോട്ടമുണ്ട്. സാർ ഒരു നോട്ടം നോക്കിയിട്ട് സാർ ചെസ്റ്റ് ഉണ്ടത് മറയും. എന്നിട്ട് തീരെ ഒരു കൺസിഡറേഷൻ കുറച്ച് നേരത്തേക്ക് തരത്തില്ല. ചിലപ്പോൾ നമ്മളവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീല് പോലും തരില്ല. അപ്പൊ നമുക്കൊരു സംഭവം ഭയങ്കര സങ്കടം തോന്നുക ചെയ്യാത്തതിൽ. അത് ചെയ്യണം കാരണം ആ സാറ് നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ, ആ സാറിനും വിഷമായിട്ടുണ്ട്, അത് എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അതായത് സാറ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യം സാർ പലപ്പോഴും നമുക്ക് ഇൻജക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാറുടെ നമ്മൾ ടീച്ചേഴ്സൊക്കെ ചില ആള് നല്ല പ്രായമുള്ള ആളായിരുന്നു ആ സമയത്ത് തന്നെ. അപ്പൊ മരണപ്പെടുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു പല ആളുകൾ അറിഞ്ഞാലും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ ശിവൻ സാറുടെ സാറ് മരിച്ചുപോയി. അപ്പൊ സാറുടെ മരണം കഴിഞ്ഞ് സാറ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ അവിടെ വന്നിട്ടുള്ളത്, സാറിന്റെ സ്റ്റുഡൻസ് എല്ലാവരും സാറ്. കാരണം ഭയങ്കര തിരക്കായിരുന്നു, ഞങ്ങൾ ഒരിക്കലും അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ മാത്രം സാറ് ഇപ്പോൾ പുറത്ത് ട്യൂഷനും പല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റുഡൻസും പുറത്തു പോയവർ ഗൾഫിലുള്ളവർ എല്ലാവരും ഫ്ലൈറ്റ് വരെ എടുത്തിട്ട് ഇവിടെ എത്തിയിരുന്നു. സാറ് ആ ഒരു മരണത്തിന് ആ ഒരു ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്
ഇത് നമുക്ക് തരുന്ന ഒരു ഗൈഡാണ്. അവിടെ ഗൈഡ് എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആ സാറിനോട് നമുക്ക് വരും, ആ വിഷയത്തിനോട് വരും, പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും. സാറ് പഠിപ്പിച്ച ശേഷം ഇന്ന് വരെ ഒരു മാത്സ് സബ്ജക്റ്റിനോട് ഇഷ്ടമില്ലാത്ത ഒരാൾ ഉണ്ടാവില്ല. അത് എന്റെ വിശ്വാസം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 8ാം ക്ലാസ് വരെ എനിക്ക് തീരെ മാർക്കില്ലാത്തത് 10ാം ക്ലാസ്സിൽ ഏകദേശം A+ എനിക്ക് മാത്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ സാറ് കാരണമാണ്. അപ്പൊ ഇതൊരു ഗൈഡൻസാണ്. ഗൈഡ് എന്ന് പറയുന്നത് വെറും ഫ്രണ്ട്ലി ആയിട്ടുള്ളതല്ല. അവിടെ നമുക്ക് കൃത്യമായ കമാൻഡിങ് പവർ ഉണ്ടായിരിക്കണം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അത് പാരന്റ്സിനൊക്കെ വേണം. ഒരു കുട്ടി ചെയ്യുന്നത് ശരിയല്ല, അത് ശരിയല്ല കേട്ടോ എന്ന് പറയുന്നതല്ല അവിടെ ഫ്രണ്ട്ലി അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്നത്. ശരിയല്ലാത്ത കാര്യങ്ങൾ ശരിയല്ലാത്ത ആറ്റിറ്റ്യൂഡിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അത് കുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിനനുസരിച്ച് കുട്ടികളെ സോഫ്റ്റ് ചെയ്യാനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് സോറിടാ സാറില്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാത്തോണ്ടല്ലേ ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്തത്. സാറ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമ്മുടെ അടുത്ത് ഒന്ന് പറയുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ സ്കെയിലോണ്ടൊക്കെ കയ്യിൽ ചെറിയ അടിയൊക്കെ തരും. എന്നിട്ട് അത് കുഴപ്പമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ച് സാറ് പോകുമ്പോൾ സാറ് പഴയ ആറ്റിറ്റ്യൂഡിൽ സാറ് വരും. എന്നിട്ട് അടിച്ചത് വേദനയോ? സാറിലട്ടോ, ഞാൻ പറഞ്ഞത് ചെയ്യാത്തോണ്ടല്ലേ, പറഞ്ഞത് ഞാൻ ചെയ്യണ്ടേ, എന്റെ ശീലം എനിക്ക് അറിയില്ലേ. ഈ രീതിയാണ് സാറ് നമ്മളോട് സംസാരിക്കുക. വല്ലാത്തൊരു ഒരു ഫാദറിന്റെ ഒരു കണക്ഷൻ നമുക്കോട് വരും. അപ്പൊ ഇതാണ് ഗൈഡ് എന്ന് പറയും. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് അതാ. അപ്പൊ കുട്ടികൾ അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ കുട്ടികളിലേക്ക് അത് അവെയർ ആക്കി കൊടുക്കുക എന്നുള്ളത് അത് നമ്മുടെ കഴിവ് തന്നെയാണ്. അപ്പൊ അതിലേക്ക് അത്രത്തോളം അതൊരു ചെറിയൊരു സമയം കൊണ്ട് നടക്കുന്നല്ല, ഒരു ടൈം പീരീഡ് കൊണ്ട് സംഭവിക്കുന്ന കാര്യം. ഒരു 3-4 ദിവസം നമ്മൾ കൊടുത്തു എന്നുള്ളതുകൊണ്ട് നടക്കില്ല. ഒരു ടൈം പീരീഡിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല. അത് അവരുടേതായ കുറവാണ്. കാരണം അവരുടെ കോൺഷ്യസ്നസ് വേറെയാണ്. പഠിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പഠനത്തിന് വാല്യൂസ് കൊടുത്ത് ബാക്കി ഒന്നും നഷ്ടപ്പെടുത്താതെ, സ്പോർട്സ് ഉണ്ടാവും, ആർട്സ് ഉണ്ടാവും, വേറെ രീതിയിലുണ്ടാവും, അതൊന്നും നഷ്ടപ്പെടുത്താതെ പഠനത്തിന്റെ വാല്യൂസിനെ നമുക്ക് കൃത്യമായി കമാൻഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പോൾ അതുപോലെ തന്നെ അവർ ബിഹേവിയേഴ്സിനെ കമാൻഡ് ചെയ്യാൻ പറ്റണം. അവർ ബിഹേവിയർ എത്രത്തോളം വാല്യുബിൾ ആണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് അവർക്ക് എക്സ്പെരിമെന്റ്സ് കൊടുക്കണം. അപ്പൊ നമ്മൾ സ്കൂളിൽ സംസാരിക്കുന്ന സമയത്ത് പല കരിക്കുലത്തിൽ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് അതൊക്കെ ആഡ് ചെയ്തുകൊണ്ടായിരിക്കണം അവർക്ക് സെറ്റ് ചെയ്യേണ്ടത്. അവർക്ക് ഫീൽ ചെയ്യണം ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. ആ ഒരു ഫീലിംഗ് കുട്ടികളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നമ്മൾ കമാൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് ഈ പറയുന്ന ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു അറ്റാച്ച്മെന്റ്സിലുകൊണ്ടോ നമ്മളൊരു ഭയങ്കരമായ ജെന്റിൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ കുട്ടികൾക്ക് ഒരിക്കലും അത് തോന്നില്ല. ടൈം പീരീഡ് എടുക്കും, നല്ല സമയം എടുക്കണം. ടീച്ചേഴ്സും പാരന്റ്സും നല്ല രീതിയിൽ തന്നെ അതിന് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം. ആ ടൈം പീരീഡിന് ടീച്ചേഴ്സിന് പറ്റുന്നില്ലേ, അവിടെയാണ് ഇപ്പൊ നമ്മളിപ്പോൾ ഞാനിപ്പോ പല സ്കൂളുകളും ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാനൊരു 3 months കോഴ്സ് തന്നെ ഞാൻ പല സ്കൂളുകളും ചെയ്യുന്നുണ്ട്. കാരണം അതൊക്കെ ചെയ്യുന്നത് ടീച്ചേഴ്സിന് അവരുടേതായ സിലബസ് തീർക്കാൻ അവർക്ക് അവരുടെ പ്രഷർ ഉണ്ട്. എല്ലാത്തിലും ടീച്ചേഴ്സിന് ഒന്നും ഇടപെടാൻ കഴിയൂല. അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ടീച്ചേഴ്സ് അവിടെ നിന്ന് മാറി നിൽക്കുക. പാരന്റ്സും ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് പാരന്റ്സും മാറി നിൽക്കുക. അപ്പൊ ഒരുപാട് ആളുകളുണ്ട് അത് ചെയ്ത് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകൾ. അവരെ കോണ്ടാക്ട് ചെയ്യുക, കുട്ടികൾ കൃത്യമായ ഗൈഡൻസുകൾ കൊടുക്കുക. ആ രീതിയിലെ കുട്ടികൾ മാറും. ചിലപ്പോൾ നമ്മൾ തന്നെ ചെയ്താൽ മാറുന്ന നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ ഒരു ബിഹേവിയർ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. അത് ആരും തെറ്റൊന്നല്ല. അപ്പൊ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്, അവരെ കൊണ്ടുവരിക, അവർ കൃത്യമായി ട്രെയിൻ ചെയ്യിപ്പിക്കുക. അപ്പൊ അങ്ങനെ രീതിയിൽ സ്കൂളുകൾ, പല സ്കൂളുകൾ ഇപ്പൊ നമ്മളിപ്പോ പോയി കണക്ട് ചെയ്ത് സംസാരിച്ച് ഇപ്പൊ അവരൊക്കെ ഇപ്പൊ 2-3 സ്കൂളൊക്കെ നമ്മളായിട്ട് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. അവർക്ക് കൃത്യമായ രീതിയിൽ ഗൈഡൻസ്, കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കാൻ 8, 9, 10 ക്ലാസ്സുള്ള കുട്ടികൾക്ക്. അപ്പൊ അത് ഒരു ടൈം പീരീഡ് ആണ്, ഒരു 3 മാസത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അതിലൂടെയാണ് കിട്ടുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഒരു ദിവസം വന്ന് നല്ലൊരു സെഷൻസ് കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 3 ദിവസം കൊണ്ടൊക്കെ അത് കംപ്ലീറ്റ് ആവും. അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അവരും നമ്മളെ റൂട്ടിലേക്ക് മെല്ലെ മെല്ലെ ട്രാക്ക് ചെയ്ത് ഇങ്ങനെ വരും. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ക്ലിയർ Thank you ആയല്ലോ? so much. ക്ലിയർ ആയോ? ഉദ്ദേശം ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ, ക്ലിയർ ആയി ട്ടോ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അത് ഇൻഡിവിജ്വൽ ആയിട്ടാണോ കൊടുക്കുക അതോ ഗ്രൂപ്പ് ആയിട്ടാണോ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുക? മിക്സ്ഡ് ആണ്. അതായത് ആദ്യം ഗ്രൂപ്പുകളായിരിക്കും, മെല്ലെ മെല്ലെ 1-to-1 സെഷൻസ് ഒക്കെ ഉണ്ടാവും. അതിന് ലാസ്റ്റ് പീരീഡ് ആവുന്ന സമയത്ത് നമ്മൾ ഒരു 18 ക്ലാസ്സസ് ആണ് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ്. ആ 18 ക്ലാസ്സസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയായിട്ട് അത് കൃത്യമായിട്ട് കൺവിൻസ് ആവാത്ത ആളുകൾക്ക് ഒരു 1-to-1 സെഷൻസ് കൊടുക്കും. അങ്ങനെ കുട്ടികൾക്ക് മാക്സിമം ഒരു സിസ്റ്റം, അത് പല ആക്ടിവിറ്റീസിലൂടെ തന്നെ കൊടുക്കുക. ഒരു വിധമൊക്കെ ഈ പറഞ്ഞ 3 months ആകുമ്പോഴേക്കും ഇവരത് ആ ട്രാക്കിലേക്ക് എത്തും. എന്നാലും ചിലപ്പോൾ ചില കുട്ടികൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തവർക്കുണ്ടാവും. അവർക്കൊക്കെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത് 1-to-1 സെഷൻസ് കൊടുത്തിട്ട് തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യേണ്ടി വരും.
60 കുട്ടികളെ നമുക്ക് 60 കുട്ടികൾ ഒരുപോലെ തന്നെ എന്താണ് മേയിച്ച് നടക്കാൻ പറ്റില്ല. അതൊന്നും ഒരിക്കലും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട. ഞാൻ എന്റെ ക്ലാസ്സിൽ 100 പിള്ളേരെ ഞാൻ മാനേജ് ചെയ്യുന്ന ടീച്ചറാണ്. അതൊക്കെ ആ പ്രിവിലേജ് ഒക്കെ വിടുക. അതൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ കട്ട് ചെയ്യണം. 2 കുട്ടികൾ 1 കുട്ടികളെ എനിക്ക് പറ്റുള്ളൂ. അപ്പൊ മാക്സിമം നമുക്ക് പറ്റുന്നതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കൊക്കിൽ ഒതുങ്ങുന്നത് നമ്മൾ കൃത്യമായി ചെയ്യുക. നമ്മൾ നല്ലൊരു ടീച്ചർ ആയിരിക്കും, ചിലപ്പോൾ നല്ലൊരു പ്രൊഫസർ ആയിരിക്കും, നല്ലൊരു ഫാദർ ആയിരിക്കും, നല്ലൊരു മദർ ആയിരിക്കും. നമ്മൾ ബൗണ്ടറി അവിടെ സെറ്റ് ചെയ്യുക. അതിനപ്പുറത്തോട്ട് കുട്ടിക്ക് ആവശ്യമുണ്ട്, അത് നമ്മൾ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുക. നമ്മൾ തന്നെ കൊടുക്കണം നിർബന്ധമല്ല. അവർക്ക് വേണ്ട രീതിയിൽ കൊടുക്കാൻ പഠിച്ച് ട്രെയിൻഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവർ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ എഫേർട്ട്ലെസ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും, നല്ല റിസൾട്ടും കിട്ടും. അപ്പൊ എല്ലാം നമ്മൾ തന്നെ ചെയ്യണത്. ആസ് എ ടീച്ചർ എപ്പോഴും എല്ലാ വിഷയത്തിലും ഇങ്ങനെ ആവണം എന്നില്ല. ഗൈഡ് ആവാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ ഗൈഡ് ആയാൽ മതി. എല്ലാ വിഷയത്തിലും നമ്മൾ ഗൈഡ് ആവണ്ട. അപ്പൊ അത് നമുക്കൊണ്ട് കഴിയില്ല. കാരണം അവിടെ പാരന്റിങ് എന്നുള്ളടത്ത് ഗൈഡ് പാരന്റ്സ് ആവുക, ടീച്ചർ എന്നുള്ളൊരു ഗൈഡ് ടീച്ചർ ആവുക. അപ്പൊ അവിടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞ ബിഹേവിയർ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവിടെ ചിലപ്പോൾ വരുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഔട്ട്സോഴ്സ് ചെയ്യുന്ന ടീം വരേണ്ടി വരും. അങ്ങനെ അവരെ കൊണ്ടുവരിക. അവരെന്നെ ചിലപ്പോൾ ഈ പറയുന്ന 1-to-1 വേണ്ടി വരും. ചില കുട്ടികൾക്ക് അത് അങ്ങനെ കൊടുത്തിരിക്കണം. അവരെങ്ങനെയാണോ ഡിസേർവ് ചെയ്യുന്നത് അതുപോലെ കൊടുത്തിരിക്കണം. അല്ലാണ്ട് അതിപ്പോ ബാക്കി 10 പേർക്കും കിട്ടിയല്ലോ, നിനക്ക് മാത്രം എന്താ കിട്ടാത്തത്, നീയും അത് കിട്ടണം, നിനക്ക് ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ടാണ് കിട്ടാത്തത്, അങ്ങനെയൊന്നുമില്ല. 10 പേർക്ക് കിട്ടിയോണ്ട് അയാൾക്ക് കിട്ടണം ഒരു നിർബന്ധമല്ല. അപ്പൊ ആ ഒരാളെ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് അയാൾക്ക് നല്ല രീതിയിൽ അപ്പൊ അയാളുടെ സിസ്റ്റം വേറെ ആയിരിക്കും. ആ സിസ്റ്റത്തിനനുസരിച്ച് എക്സ്ട്രാ ഒരു സിസ്റ്റം അയാൾക്ക് വേറെ നമ്മൾ എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആണോ? വേറെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ആർക്കെങ്കിലും? എപ്പോഴാണ് ഈ ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിപ്പോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിന് ഫസ്റ്റ് നെക്സ്റ്റ് വീക്കിലൊക്കെ തുടങ്ങും. ഫസ്റ്റ് സെഷൻസ് ഒക്കെ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് പാരന്റ്സിന്, അത് നമ്മൾ ചെയ്യുന്നത് വലിയ പ്രോഗ്രാം ആയിട്ടാണ്. കാരണം പാരന്റ്സിനേക്ക് അത് കൺവിൻസ് ചെയ്യാണ്ട് ഈ പ്രോഗ്രാമുകൾ പാരന്റ്സിന് നമ്മൾ ഒരു നല്ലൊരു ഇത് കൊടുക്കും, ടീച്ചേഴ്സിന് ആദ്യം കൊടുക്കും, എന്നിട്ട് സ്റ്റുഡൻസിന് കൊടുക്കും. എന്നിട്ട് ആദ്യം ഇവരൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷമായിരിക്കും കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു കോഴ്സ് പോലെ ചെയ്യുന്നത്. അപ്പൊ അതൊരു 2 സ്കൂള് നമുക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് മുതലൊക്കെ അത് സ്റ്റാർട്ട് ചെയ്യും. അത് മെയിൻലി തന്നെയാണ്. നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരികയാണല്ലോ, സൂയിസൈഡ് ഈ പറയുന്ന ഡ്രഗുകൾ, എന്തും ഇതൊക്കെ ഇതിനായിട്ടല്ലേ വരുന്നത്. നമ്മൾ ഇനി പറയാൻ പോകുന്ന കുട്ടികൾ എല്ലാ പ്രശ്നങ്ങളും ഈ പറഞ്ഞ വിഷയത്തിലാണ് വരിക. ലാസ്റ്റ് ഇങ്ങോട്ടേക്കാണ് അത് എത്തിക്കൊള്ളുന്നത്. പാരന്റിങ് സ്പേസ്, കുട്ടികളുടെ സെൽഫ് അവയർനെസ് സ്പേസ്, ടീച്ചേഴ്സിന്റെ സ്പേസ്, ഈ 3 സ്പേസിൽ ഒതുങ്ങുന്നതേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. അപ്പൊ അവിടെ ഓരോരുത്തരുടെ ഏരിയ അവർ കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ അത് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. പാരന്റ്സിന് അവരുടെ ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കണം, ടീച്ചേഴ്സിന് അവരുടെ ബൗണ്ടറി ചെയ്ത് കൊടുക്കണം, കുട്ടികൾക്ക് അവരുടെ ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ട രീതിയിലുള്ള സെഷൻസുകൾ ക്ലാസ്സുകൾക്കും 3 പേർക്കും വേണ്ടി വരും, 3 സെഗ്മെന്റുകളും വേണ്ടി വരും. അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മളിപ്പോ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കുട്ടികളെ മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ പീക്ക് പെർഫോമൻസിൽ എത്തിക്കുക എന്നുള്ള പരിപാടിയൊന്നുമില്ല. കാരണം അവർ വീണ്ടും ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിലോട്ട് തന്നെ പോകുന്നുണ്ടാവുക. അവിടുന്ന് വീണ്ടും ആ പ്രഷർ കിട്ടുമ്പോൾ കുട്ടികൾ വീണ്ടും ഡൗൺ ആവും. അപ്പൊ ഇതൊരിക്കലും ഡൗൺ ആവുക. ഈ 3 ഭാഗം കൃത്യമായി അലൈൻഡ് ആയിരിക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല എഫേർട്ടാണ് അതിന്. ചെറിയ ടൈം പീരീഡ് പോരാ, നല്ല ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം. അപ്പൊ ഈ സ്കൂളുകളിൽ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, സ്കൂളുകളിൽ പോയിട്ട് ഇങ്ങനത്തെ സെഷൻസ് കൊടുക്കുന്ന ആളുകൾ, സ്വന്തം കുട്ടികളെ മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ നല്ല രീതിയിൽ അവയർനെസ് കിട്ടിയാലേ അത് അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ അവയർനെസിന്റെ ഒരു തുടക്കം, ഒരു ഐഡിയ തരിക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം എന്താണ്, ഞാൻ ഉദ്ദേശിച്ച പോലെ ഈ ഇരിക്കുന്ന എല്ലാവർക്കും പറ്റും. അപ്പൊ എല്ലാവരും പല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. നമുക്കൊക്കെ സ്കൂളുകൾ ക്ലാസ് എടുക്കാൻ പറ്റും, പല രീതിയിൽ നമുക്ക് സെഷൻസ് കൊടുക്കാൻ പറ്റും, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആസ് എ കൗൺസിലർ അല്ലെങ്കിൽ ആസ് എ സൈക്കോളജിസ്റ്റ്, ആസ് എ വേറെ ഏതെങ്കിലും രീതിയിൽ വർക്ക് ചെയ്യുന്ന ബിഹേവിയറൽ തെറാപ്പിസ്റ്റ്, ഇങ്ങനെയുള്ള പല രീതികളിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമുക്കൊക്കെ വകുപ്പുണ്ട്. നമുക്കൊക്കെ നമ്മുടേതായ ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് ഈ സാധനം കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ അതൊരു എക്സ്ട്രാ കാര്യമായിരിക്കും. അങ്ങനെ ഓരോ ആളുകളും തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്കൂളുകൾ അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം അവരത് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്കൂളിൽ പോയിട്ട് ഒരു പ്രിൻസിപ്പളോട് സംസാരിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം വിഷമത്തിലാണ്. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർ സാധാരണ മോട്ടിവേഷൻസ് കൊടുത്ത് ശീലിപ്പിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അതിന് മേലോട്ട് ഒരു സെൽഫ് ലേണിംഗ്, സെൽഫ് അവയർനെസിന്റെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് ആരും കിട്ടുന്നില്ല അതിന് വേണ്ടിയിട്ട്. അപ്പൊ എത്രത്തോളം ആളുകൾ അതിനു വേണ്ടി ഇറങ്ങുന്നു, അത്രത്തോളം ആളുകൾ അതിന് ഇറങ്ങാം. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രൊജക്റ്റ് ആണത്. ആ പ്രൊജക്ടിന്റെ ബേസ് എല്ലാം ഞാൻ ഇവിടെ പറയാണ്. കാരണം
ഞാൻ മാത്രം ചെയ്താൽ അത് എവിടെ എത്തൂല. എല്ലാവരും ചെയ്യുവാണെങ്കിൽ അത് ഒരുപാട് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. എനിക്കത് വലിയൊരു ബിസിനസ് ആക്കാന്നുള്ള സിസ്റ്റത്തിലല്ല ഞാൻ ഇരിക്കുന്നത്. എനിക്ക് പറയാവുന്ന ഒരു കാര്യം മാക്സിമം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളും അത് മാക്സിമം പറയുന്നതോടെ അത് ലോകത്തിലൊരു ശ്രദ്ധയായി മാറും. നമുക്കൊരു അറിയാം, എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായിട്ടുണ്ട്. ഇതുവരെ അത് മാറ്റം വരുത്താത്തതിന്റെ കാരണം ഒരു സ്റ്റെപ്പ് ഇല്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരാണ്ട് ഒരു രക്ഷയില്ല. ഒരുപാട് ട്യൂഷൻസ് വന്നിട്ടുണ്ട്, ഹോം സ്കൂളിംഗ് വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും കിട്ടുന്ന രീതിയിലേക്ക് ഇന്ന് വരെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിയിട്ടില്ല. അത് വലിയ ഒരു നെഗറ്റീവ് ആയിട്ട് തന്നെ നമ്മൾ കണ്ടെത്തി. അതിന് വേണ്ട സ്ട്രക്ചർ. അപ്പൊ എല്ലാവരും പറയും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇപ്പൊ ഇത്രയല്ലേ ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെയല്ലേ ചെയ്യാൻ. അല്ല, നമ്മളെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. ഞാനൊന്ന് വിചാരിച്ച ഒരു സ്കൂളിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുക, അവിടുത്തെ ഒരു 10 കുട്ടികളെ എനിക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അത് മതി. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ആർക്കും അത് ചെയ്യാം. അപ്പൊ കിട്ടുന്ന സമയങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണോ അവരൊക്കെ ജസ്റ്റ് പോവുക, ചെറിയ ചെറിയ പേയ്മെന്റുകൾ, നല്ല നല്ല ക്ലാസ്സുകൾ കൊടുക്കുക, അത് അത് നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നതനുസരിച്ച് നല്ല രീതിയിൽ പേയ്മെന്റുകൾ പറയാം. കാരണം പൈസ തരാൻ ആർക്കും മടിയൊന്നും ഉണ്ടാവില്ല, കുട്ടികൾ നന്നാവുമെങ്കിൽ. അപ്പൊ നന്നാക്കി എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് പൈസ മേടിച്ച് ചെയ്യുക. കാരണം നല്ല എഫേർട്ട് ഉണ്ട് ഇതിന്. പൈസ നമ്മൾ മേടിക്കണം, കാരണം നമ്മൾ എടുക്കുന്ന വലിയൊരു എഫേർട്ടാണ്, നല്ലൊരു പണി എടുക്കാനുണ്ട്, ഒരുപാട് റിപ്പയറിങ് നടക്കാണ്ടാവും, കുറെ ട്രോമ ഉണ്ടാവും കുട്ടികളിൽ. ഇതൊക്കെ റിപ്പയർ ചെയ്ത് വേണം അവരെ കൊണ്ടുവരാൻ. അപ്പൊ ആ എഫേർട്ട് ഇടുമ്പോൾ നമുക്ക് നല്ല പേയ്മെന്റ്, കാരണം അതിന് റെഡിയാണ് പാരന്റ്സ്. ഇപ്പൊ കുട്ടികൾക്ക് ഇവിടെ ഒരു എന്താ പറയുക, കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇവർക്കൊക്കെ ഈ പറഞ്ഞ കുറെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈവൻ ചെറിയ സാമ്പത്തികമാണെങ്കിൽ പോലും നമ്മൾ പറയും ഇത് ഇങ്ങനെയാണ്, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പേയ്മെന്റ് എത്രയെന്ന് പോലും ഇവർക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് ക്ലിയർ ആവോ, അത് മതി, അത് കേട്ടാൽ മതി. കാരണം അത്രയും പെയിനിലാണ് പാരന്റ്സ് ഒരു സൈഡിൽ, ടീച്ചേഴ്സ് ഒരു സൈഡിൽ, കുട്ടികൾ വേറൊരു സൈഡിൽ. സോ അതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് അവരിലേക്ക് നല്ലൊരു വിസ്ഡം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? വേറെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സർ, ഒരു ചാറ്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടേ. എന്തായിരുന്നു ചോദ്യം? എനിക്ക് എന്തോ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ഒരു പ്രശ്നം, അതാ ഞാൻ കണ്ടില്ല. എന്താ ചോദ്യം എന്താന്ന് പറയാമോ? Okay, can you tell more about the behavior changes that we can notice when they have suicidal thoughts? സൂസൈഡ്, ലോൺലിനെസ് തന്നെയാണ് ഒരു ബിഹേവിയറിൽ മാറ്റങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് എന്താണ് ഒരു പെയിൻ ആണ് അവരുടെ ഉള്ളിൽ. ആ പെയിൻ എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യത്തിലും നോക്കുന്ന ലോൺലിനെസിന്റെ പെയിൻ തന്നെ ആയിരിക്കും. എല്ലാ കേസിലും കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്നതിലൊക്കെ ഞാൻ എന്റെ എക്സ്പീരിയൻസിലൂടെ മാത്രം പറയുന്നത്. ഞാൻ വേറെ നമ്മുടെ ഒരുപാട് എന്താ പറയാ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്, അതൊന്നും അതിന്റെ ബേസിലല്ല, എന്റെ സെൽഫിൽ എക്സ്പീരിയൻസിൽ മാത്രം ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ സംസാരിച്ചിടത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ളത് ലോൺലിനെസ് ആണ്. അവർ ഈ പറയുന്ന ഐ ആം നോട്ട് ബിലോങ്ങിങ് ഹിയർ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ പിന്നെ അവർ ബിഹേവിയറൽ ചേഞ്ചസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എത്ര പഠിക്കാൻ പറഞ്ഞാലും കാരണം അവർ ഒരു എക്സ്റ്റസിയിലെത്തും. ഒരു ലോൺലിനെസ്സിനെ അവർ ഡോപ്പമിൻ ആക്കി മാറ്റും, ലോൺലിനെസ് പ്ലഷർ ആക്കി മാറ്റും ബ്രെയിന്. പിന്നെ ഒറ്റപ്പെടുക എന്നുള്ളത് നമ്മൾക്ക് ശീലമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒറ്റപ്പെടൽ നമ്മുടെ എന്താണ് ഇൻട്രോവേർട്ട് സിസ്റ്റത്തിലോട്ട് എത്തിക്കാന്നൊക്കെ പറയും. ആ ഒറ്റപ്പെടൽ നമുക്ക് ബ്രെയിന് പിന്നെ അത് ഒരു ഡോപ്പമിൻ ഒരു റിവാർഡ് സിസ്റ്റം ആക്കി ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. അത് കിട്ടിയതോടെ ആ ലോൺലിനെസ്സിൽ ഇരിക്കുക, ഐസോലേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് അവരുടെ അത്യാവശ്യമായി മാറും. ആദ്യം അവർക്ക് അനാവശ്യമായി തോന്നിയത് പിന്നെ ആവശ്യമായി തോന്നി, പിന്നെ അത് അത്യാവശ്യമായി തോന്നി. അപ്പൊ ഐസൊലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ ഭയങ്കരമായ ഇറിറ്റബിലിറ്റി അവർക്ക് ഉണ്ടാവും. അവരുടെ ഇഷ്ടങ്ങൾക്കെതിരെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. അവരെപ്പോഴും പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരിൽ എപ്പോഴും കുറ്റപ്പെടുത്തൽ, സെൽഫിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കും. ഇത് എനിക്ക് മടുപ്പ് കാര്യം, ഇതായിരിക്കും ഇതിന്റെ തുടക്കമായിരിക്കും. സംസാരത്തിലൊക്കെ ഒരു വല്ലാത്ത ഈ കുട്ടികളായിരിക്കേണ്ട സമയത്ത് അവരുടെ സംസാരങ്ങളൊക്കെ നമുക്ക് അറിയാലോ. അവർ കുറെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സംസാരിക്കുന്ന സമയത്ത്. പക്ഷെ അവർക്ക് എപ്പോഴും പറയാനുള്ളത് അവരുടെ ജീവിതത്തിന് നെഗറ്റീവ്സിന്റെ സിറ്റുവേഷൻസിനെ പറ്റി സംസാരിക്കാൻ അവർക്ക് പറ്റുന്നത്. എപ്പോഴും സങ്കടങ്ങളുടെ കഥകളാണ് അവർക്ക് പറയാനുണ്ടാവുക. ഇത് അവരെ ലീഡ് ചെയ്യുന്നത് സൂയിസൈഡ് തോട്ട്സിലോട്ടായിരിക്കും. ഇതിന് ശേഷം പിന്നെ ബിഹേവിയേഴ്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി തുടങ്ങും. ദേഷ്യം വളരെ കൂടും, വല്ലാണ്ട് ഇറിറ്റേഷൻസ് അവർ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. അവർക്ക് എല്ലാത്തിനോടും, കാരണം സെൽഫിനോട് തന്നെ ദേഷ്യമായി തുടങ്ങി, അവർക്ക് മറ്റുള്ളതിനോടും ദേഷ്യമായി. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട മുഖങ്ങൾ വരെ അവർക്ക് ദേഷ്യപ്പെടുന്ന മുഖങ്ങളായി മാറി തുടങ്ങും. അവരതിനായിട്ട് പ്രതികരിക്കുന്ന രീതികൾ മാറി തുടങ്ങും. അപ്പൊ അവിടെ
ഇതൊക്കെ ഇവിടെ ഈ പറയുന്ന വെറുപ്പും പകയും ഒക്കെ ഇവർ ഇങ്ങനെ മെല്ലെ 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 ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. അത് സെൽഫിനാണ് അവർ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരല്ല. അവർ സെൽഫിനെ ഹേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന അവർക്ക് ബോധ്യത്തിൽ വരൂല. അമ്മേനോട് ചീത്ത പറയുന്നൊന്നും അവരുടെ ഉള്ളിൽ വരൂല. കാരണം അവരോട് തന്നെ അത്രത്തോളം ഹേർട്ടായിട്ടാണ് ഇരിക്കുന്നത്, അത്രത്തോളം പെയിനിലായിരിക്കുന്നത്. പിന്നെ ഒരു പോയിന്റ് കഴിയുന്നതോടെ പിന്നെ എക്സസീവ് ഒരു പോയിന്റിലോട്ട് എത്തുന്നത്. പിന്നെ അതിനവർ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരായിട്ടുള്ള ദേഷ്യത്തിലും വെറുപ്പിലും അവർ ഒബ്സസ്ഡ് ആയിട്ട് അവിടുന്നാണ് പിന്നെ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ സർ, യെസ് ഹലോ യെസ് സർ. യെസ്. ഈ കുട്ടികൾ ഇങ്ങനെ പറയല്ലോ, ഞാനാണ് പ്രശ്നം അല്ലെങ്കിൽ ഞാനാണ് ഈ കാരണം എന്ന് പറയുന്ന ഒരു അനുഭവം വന്നു കഴിഞ്ഞാല് നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് കംഫർട്ട് ചെയ്ത് കൊടുക്കണം. കംഫർട്ട് എന്ന് പറയുന്നതിൽ കുട്ടിയിലേക്ക് ഒരുപാട് കൺസേൺ കൊടുക്കല്ലേ ചെയ്യുന്നത്. കംഫർട്ട് കൊടുക്കുമ്പോഴേക്കും, കംഫർട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും കുട്ടിയെ സോഫ്റ്റ് ആക്കുക എന്ന് പറയും. അതായത് ആ കുട്ടി ആ പറഞ്ഞ വാക്കുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കുകൾ കുട്ടിയോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് കുട്ടി പറയുന്ന സമയത്തൊക്കെ തിരിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അത് എന്താണ്, ഇപ്പൊ ഈ അടുത്ത് ഒരു സെയിം കേസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 17 വയസ്സാണ് കുട്ടിക്ക്, 17 വയസ്സാണ് പ്രായം. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലത്തെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ് കുട്ടിയെ ബാധിക്കുന്നത്. കാരണം ഫിനാൻഷ്യൽ ഇഷ്യൂസും അതുപോലെ തന്നെ കുട്ടിക്ക് ഒരു ഹാർട്ടിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ആ ഹാർട്ടിന്റെ ഇഷ്യൂ ഒക്കെ കാരണം കുട്ടിക്ക് എന്താണ് ഭയങ്കര സിമ്പതി ഒക്കെ കിട്ടിയിട്ട് ഹാർട്ടിന്റെ ചെറുപ്പത്തിലുണ്ടായ ഒരു ഹാർട്ടിന്റെ പ്രശ്നമാണ്. ആ ഹാർട്ടിന്റെ പ്രശ്നം കുറച്ച് സർജറി ഒക്കെ ചെയ്ത് ക്ലിയർ ആയതാണ്. എല്ലാ ഒരു വർഷവും ഒരു തവണ ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്യണം. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കുറെ റെസ്ട്രിക്ഷൻ കൊടുക്കാൻ, ഹാർട്ടിന് പ്രശ്നം ഉണ്ടല്ലോ, ഒരുപാട് സിമ്പതി കൊടുക്കുന്നുണ്ട്, ഒരുപാട് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ പൊടി തട്ടും, അലർജി വരും, ഇങ്ങനെ പ്രശ്നം വരും, അവിടെ പോയി കഴിഞ്ഞാൽ പല ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരും, അവിടെ പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബോധം പോവേ, എന്തെങ്കിലും നെഞ്ചിരിപ്പ് കൂടുകയൊക്കെ ചെയ്ത പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ട് എവിടേക്കും കുട്ടിയെ വിടൂല. അപ്പൊ കുട്ടി വല്ലാത്ത ഈ ഒരു അസുഖം എന്ന് പറയുന്ന രോഗിയായി മാറി തുടങ്ങി കുട്ടി. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാരണം കുട്ടി ഈ ഒരാളെ ഒരു അച്ഛനമ്മയ്ക്ക് ഒരു കുട്ടിയാണുള്ളത്. അപ്പൊ ഈ ഒരു കുട്ടി ആയത് വരെ ഞാൻ കാരണമാണ്. കാരണം എന്നെ കുറെ നോക്കാൻ വേണ്ടി അച്ഛനമ്മയ്ക്കും വേറൊരു അനിയത്തിയും അനിയനും ജനിക്കാത്തത്. അതിന്റെ കൂടെ തന്നെ ഞാൻ കാരണമാണ്. കാരണം അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ എനിക്കൊരു സമാധാനം തരുമോ, നിനക്കൊരു അസുഖം ഉള്ളതല്ലേ, നീ അത് മര്യാദയ്ക്ക് ഇരിക്ക്, നീ മര്യാദയ്ക്ക് എനിക്ക് സമാധാനം ഉള്ളൂ. അപ്പൊ ഇത് എപ്പോഴും കുട്ടി കേട്ടിട്ട് ഞാൻ കാരണം അമ്മയ്ക്ക് സമാധാനമല്ല, ഞാൻ കാരണം അച്ഛന് സമാധാനമല്ല, ഞാൻ കാരണം ഇവർക്ക് ഫിനാൻഷ്യലി ഒരുപാട് പോയിട്ടുണ്ട്, ഞാൻ കാരണം പഠിക്കുന്നവർക്ക് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എല്ലായിടത്തും ഞാൻ കാരണം എന്ന് കുട്ടി റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ ഈ മാതാപിതാക്കൾ അതൊരു പ്രശ്നമായിട്ട് എടുത്തില്ല. അതങ്ങനെ വിട്ട്, അത് കുഴപ്പമൊന്നുമില്ല മോളെ, അങ്ങനെയല്ല, ഞാൻ ദേഷ്യത്തിൽ പറയുന്നതായിരിക്കും, അപ്പൊ അങ്ങനെ പറയുന്നേക്കും ആ രീതിയിൽ വല്ലാണ്ടങ്ങ് കംഫർട്ട് ചെയ്ത് അവരങ്ങ് പോവുകയും ചെയ്യും. ഈ കുട്ടി ഇത് റിപ്പീറ്റഡ് ആയിട്ട് തോട്ട് പ്രോസസ് ചെയ്ത് രാത്രി കിടക്കുമ്പോഴൊക്കെ വല്ലാത്ത രീതിയിൽ ഇൻജക്ട് ചെയ്ത് വിടും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതോടെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കുട്ടി ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലത്തെ ഹലൂസിനേഷൻസ് കുട്ടിക്ക് വരാൻ തുടങ്ങി. ഹലൂസിനേഷൻ കുട്ടി അത് ഫീൽ ചെയ്യാണ്. ഉറക്കത്തിലല്ലാത്ത സമയത്ത് പോലും കുട്ടി വന്നിട്ട് കൈ മുറിക്കുന്നത് പോലെയൊക്കെ, ഈ കൈനെ കൊണ്ട് എന്നെ ഈ കൈ മുറിപ്പിക്കുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു എന്നാണ് കുട്ടി പറഞ്ഞത്. അത്രത്തോളം കുട്ടിക്ക് സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് വേറൊരാൾ ശരീരത്തിൽ കയറി എന്തൊക്കെ ചെയ്യുന്നത് പോലെയാണ് കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്. അത്രത്തോളം ആ ചിന്തകളിൽ ഒബ്സഷൻ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റ്റസി എന്ന് പറയുന്നത്, അതായത് ആ ഒരു പോയിന്റിലേക്ക് ആ ഒരാളെത്തുമ്പോൾ അതിനെ പ്രണയിച്ചു തുടങ്ങുക. ആ സിറ്റുവേഷൻസ്, ആ ലോൺലിനെസ്സിനെ കുട്ടി പ്രണയിച്ചു തുടങ്ങി. ആ ഇഷ്ടം കാരണം പിന്നെ ആ കുട്ടിയിലേക്ക് അങ്ങനെ ഒരു സിസ്റ്റം വന്ന് കുട്ടി കൈ മുറിച്ചു. പക്ഷെ എന്തോ ദൈവത്തെ അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു, ആ ഒരു സംഭവങ്ങളൊക്കെ ക്ലിയർ ആയി. പിന്നെ അതിനുശേഷം നമ്മൾ സെഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാനൊരു ഒറ്റ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു 2 സെഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തോടനെ കുട്ടിക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് രാത്രി കുട്ടി പറയാണ്, എനിക്ക് ഇങ്ങനെ വീണ്ടും ചെറിയൊരു ചിന്ത വരുന്നത് പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ചിന്ത ഒന്ന് എഴുതി വെക്കുക. തോട്ട് ജേർണലിൽ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വീണ്ടും ചെയ്യാൻ തോന്നുന്നത് കുട്ടി എഴുതി വെച്ചിട്ട് അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു തോട്ട് ഒന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. ആ എഴുതി വെക്കുന്നതിന് ഓപ്പോസിറ്റ്, എനിക്ക് നല്ല കഴിവുണ്ട്, എനിക്ക് സമാധാനമുണ്ട്, എനിക്ക് മര്യാദയ്ക്ക് ജീവിക്കണം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഈ കുട്ടിയെ കൊടുക്കാൻ 2-3 സെഷൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് ഇത് ഒന്നും കൊടുക്കാതെ കുട്ടിക്ക് ഒരു അവയർനെസ് കൊടുക്കാണ്ട് ഇതൊന്നും ചെയ്യിപ്പിച്ച റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. ഇത് ചെയ്തിട്ട് ഈ ഒരു 10 തവണ കുട്ടി എഴുതിയിട്ട് ഇത് നല്ലൊരു മെഡിറ്റേഷൻ ഞാൻ ഓൺലൈനിലായിട്ട് കൊടുത്തു. കാരണം കുട്ടിക്ക് അപ്പൊ വരാൻ പറ്റില്ല. ഓൺലൈനിലൂടെ തന്നെ നല്ലൊരു മെഡിറ്റേഷൻ കൊടുത്തു. ഒരു അരമണിക്കൂർ സംസാരിക്കുകയും ചെയ്തു. ഈ പറയുന്ന സാധനം നല്ല രീതിയിൽ ഇൻജക്ട് ചെയ്ത് കുട്ടിയിലേക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അന്ന് രാത്രി കുട്ടി സമാധാനം, വിത്തൗട്ട് പിൽസ്, എന്തോ ഒരു പിൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ, വിത്തൗട്ട് പിൽസ് സമാധാനമായിട്ട് കുട്ടി ഉറങ്ങി.
രാവിലെ എണീറ്റിട്ട് കുട്ടി പറഞ്ഞു ഞാൻ അങ്ങനത്തെ സ്വപ്നം ഇന്ന് ഞാൻ കണ്ടില്ല, എനിക്ക് ഭയങ്കര സമാധാനമുണ്ട്, എന്റെ ശരീരം എന്തൊക്കെ ഒഴിഞ്ഞു പോയ പോലെ എനിക്ക് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വീണ്ടും വേണ്ട എനർജി വരുന്നുണ്ട്. ആ കുട്ടി ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളമായി. അപ്പോൾ ലാസ്റ്റ് വരെ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് ഇതുവരെ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് കുട്ടിയിലേക്ക് വന്നിട്ടില്ല. ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് കുട്ടി പോകുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമുക്ക് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അച്ഛനമ്മമാർക്ക് ഇത് ഭയങ്കര പ്രഷറാണ്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഞാൻ പറയണത് വീട്ടുകാർ കംഫേർട്ട് ചെയ്യുക. കാരണം വീട്ടുകാരാണല്ലോ ഒരു പ്രശ്നം. ചിലപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കേസിൽ അച്ഛനും അമ്മയാണ് ഈ കുട്ടിയുടെ പ്രശ്നം. കാരണം ഞാൻ കാരണം അവര് ബുദ്ധിമുട്ടാണോ, അവര് വന്ന് അഡ്വൈസ് ചെയ്ത കുട്ടീന്റെ മണ്ടയിലൂടെ അത് കയറൂല. അപ്പൊ തേർഡ് പേഴ്സൺ അവിടെ നിർബന്ധമായിട്ട് വേണം. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒരു കുട്ടി പറയുന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ രൂപത്തിലാണ് ഈ പരാതികൾ പറയുന്നതെങ്കിൽ, അവിടെ മാതാപിതാക്കൾ ഒരു എക്സ്റ്റേണൽ ഒരു സാധനം കൊടുത്തിട്ട് അതിന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അതായത് ഈ പറയുന്ന പോലെ തന്നെ തോട്ട് ജേർണലിംഗ് കൊടുക്കാം, അവർക്ക് വേണ്ട നല്ലൊരു കംഫർട്ട് ചെയ്യുന്ന വാക്കുകൾ കൊടുക്കാം, അവർക്ക് ഒരു കൺസിഡറേഷൻ, നോർമൽ കൺസിഡറേഷൻ, ഒരു ഓവർ കൺസേൺ അല്ലാത്ത അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഒരു 2-3 ദിവസം അവരെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതായത് എനിക്ക് സ്നേഹമുണ്ട്, അപ്പൊ ഈ ഒരു സ്നേഹം ഉണ്ട് എന്നുള്ള ഒരു കൺസിഡറേഷൻ കാര്യങ്ങളും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റണം. അങ്ങനത്തെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതേ നമ്മളത് ആദ്യം തന്നെ പുഷ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് 2 ദിവസം ലീവ് എടുത്ത് കുട്ടിയുടെ കൂടെ ഫുള്ളി ഇരുന്നിട്ട് 3-ാം ദിവസം വീണ്ടും നമ്മൾ ജോലിക്ക് പോയി തിരക്കായി കഴിഞ്ഞാൽ കുട്ടിക്ക് വീണ്ടും അതേ ഒബ്സഷൻ വരും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. അത് ചെയ്യുന്നതിന് പകരം എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റുക അതുപോലെ ആയിരിക്കണം ആദ്യം കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തുകൊണ്ട് ആ ഒരു എഫിഷ്യന്റ് ആയിട്ട് ആ ടൈമിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് കുട്ടിക്ക് ഭയങ്കര സന്തോഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിലൂടെ കുട്ടി മാറുന്നുണ്ടോ നോക്കുക, അതിലൂടെ ഇത്തരം ചെറിയ ചെറിയ വാക്കുകൾ മാറുന്നുണ്ടോ നോക്കുക. നേരെ മറിച്ച് ഈ വാക്കുകൾ കുറെ ഡിലേ ആയത്, കുറെ സംസാരിക്കാൻ തുടങ്ങി കുറെ ആയി, കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഹലൂസിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്, ചിന്തകളൊക്കെ വരുന്നുണ്ട്, എങ്കിൽ പിന്നെ മാതാപിതാക്കൾ അതിന് തൊടാൻ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് ഇതേപോലത്തെ ഒരു സിസ്റ്റത്തിലോട്ട് എത്തിച്ചുകൊണ്ട് ആ കുട്ടിയെ പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യിക്കുന്ന പണികളായിരിക്കും ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ ഫൈൻ. ബാക്കി നമുക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് ക്ലാസ്സുകൾ കാണാം. വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ബാക്കി അടുത്ത തിങ്കളാഴ്ച നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night, sir. Good night.